സദാസമയം റീൽസ് കണ്ട സമയങ്ങൾ നമ്മൾ കളയുമ്പോ പരിശുദ്ധമായ ഖുർആനിനെ ഓതാൻ നമുക്ക് എവിടെയാണ് സമയം? പരിശുദ്ധമായ ദിക്ർ ചൊല്ലാൻ നമുക്ക് എവിടെയാണ് സമയം? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഓർക്കാനും നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും നമുക്ക് എവിടെയാണ് സമയം? സദാസമയം രാവിലെ ഉണരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും യാത്രയിൽ ബോറടിക്കാതിരിക്കാനും ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ബസ് കാത്തു നിൽക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും എല്ലാം നമ്മുടെ സമയം കണ്ടെത്താൻ, സമയം പോകാൻ, ടൈം പാസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ റീൽസുകളാണെങ്കിൽ പരിശുദ്ധമായ ഇൽമ് നിങ്ങളുടെ കൈക്കുമ്പിളിൽ ഉണ്ടായിരിക്കെ ഇൽമ് പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താറില്ലേ? ഇനി എപ്പോഴാണ് പഠിക്കുക? ഈ ഇൽമു ആരുടെ ഇൽമാണെന്നറിയോ? ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. നബിയേ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ഇൽമ്, അറിവ്, ജ്ഞാനമെന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പടച്ച തമ്പുരാന്റെ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ ഇൽമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൽമ് അല്ലാഹുവിന്റേതാണ്. അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹയെ സ്നേഹമുള്ളവരെ പഠിക്കുകയുള്ളൂ. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഓരോ സ്ത്രീ പുരുഷന്റെ മേലും, മുസ്ലിമായ സ്ത്രീ പുരുഷന്റെ മേൽ, മുസ്ലിമത്തായ സ്ത്രീയുടെ മേൽ നിർബന്ധമാണ് ഇൽമ് പഠിക്കൽ, നിർബന്ധമാ. അവൻ മൂത്രമൊഴിക്കേണ്ടത് എങ്ങനെ, ബാത്റൂമിൽ കയറേണ്ടത് എങ്ങനെ, ആ ഇൽമ് പഠിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് മക്കക്കാരായ അമുസ്ലിമീങ്ങൾ പോലും ചോദിച്ചു അത്രേ, നിങ്ങളുടെ പ്രവാചകൻ കക്കൂസിൽ കയറുന്നത് പോലും പഠിപ്പിക്കുന്നുവോ? ബാത്റൂമിൽ കയറേണ്ടത് എങ്ങനെയെന്ന് നിങ്ങളുടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ശരിയാണോ? ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, അതെ, എങ്ങനെ ബാത്റൂമിൽ കയറണം, ഏത് കാല് വെച്ച് കയറണം, എങ്ങനെ ബാത്റൂമിൽ ഇരിക്കണം, എങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം, ഇത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല കിബിലയ്ക്ക് നേരെ അഭിമുഖീകരിക്കാനോ കിബിലയ്ക്ക് പിന്നോട്ടിരിക്കാനോ പാടില്ല. കിഴക്ക് പടിഞ്ഞാറ് ബാത്റൂം ഉണ്ടാക്കാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ വീടുകളിലെ ക്ലോസറ്റ് ഒന്ന് പരിശോധിക്കണേ. കിഴക്ക് പടിഞ്ഞാറാണോ ഈ ക്ലോസറ്റ് ഇരിക്കുന്നതെന്നൊന്ന് നോക്കണം കേട്ടോ. ആര് പരിശോധിക്കാൻ? ചില വീടുകളിൽ ഐശ്വര്യമില്ല, ബർക്കത്തില്ല. കാരണം എന്താണ്? ക്ലോസറ്റ് കിഴക്ക് പടിഞ്ഞാറ്. കിബിലയ്ക്ക് നേരെ കിഴക്കോട്ടും പാടില്ല, ഇഖ്ബാലും ഇദ്മാറും പാടില്ല. ഞങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ഇരുന്ന് മൂത്രിക്കരുത്, കാഷ്ടിക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാ. അല്ലാഹു റസൂൽ പറഞ്ഞു. ഇല്ലേ ഉസ്താദേ? ശരിയല്ലേ? ഇങ്ങോട്ട് നീങ്ങിരിക്കും, പുറകോട്ടിരിക്കാം. കുറച്ചൊരു മുന്നോട്ട്. ഞാൻ ഉസ്താദിനെ ചോദിക്കുന്നതിന് ഞാൻ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാനാണ്. വീട്ടിൽ മുസീബത്ത് ഉണ്ടാവും. കിഴക്ക് പടിഞ്ഞാറ് ബാത്റൂം വയ്ക്കാൻ പാടില്ല. നമ്മുടെ ഔറത്ത് കിബിലയ്ക്ക് നേരെ തുറക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് അറബികൾ പറഞ്ഞത്. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു കിഴക്ക് പടിഞ്ഞാറ്. അതുകൊണ്ട് നമ്മൾ തെക്കോട്ടോ വടക്കോട്ടോ, തെക്ക് വടക്ക് ബാത്റൂം വെക്കണം. ഇന്ന് പോട്ടെ പരിശോധിച്ചു നോക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ. ഷാഫി മദ്ഹബ് അനുസരിച്ച് കുളിക്കുമ്പോ പടിഞ്ഞാറോട്ട് നിന്ന് കുളിച്ചാല് മതിൽ കെട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാലും ആ വീട്ടിൽ ഹനഫിയാക്കൊക്കെ കുളിക്കണ്ടേ? ഹനഫിയാക്കൾ കുളിക്കണേ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. അത് നമ്മുടെ കിബിലയുടെ ഭാഗത്തേക്ക് മൂത്രം ഒഴിക്കാനോ കിബിലയുടെ ഭാഗത്ത് ഔറത്ത് തുറന്നു വെക്കാനോ പാടില്ല. അത് കിഴക്ക് പടിഞ്ഞാറാണ്. അത് സൂക്ഷിക്കണം. അതിന് ഇൽമു വേണ്ടേ, അറിവ് വേണ്ടേ? ഇൽമില്ലാതെ എന്ത് ചെയ്യും? ഇടത് കാല് വെച്ച് കയറണം, ഓടിപ്പോയി വലത് കാല് വെച്ച് കയറരുത്. ഓടിപ്പോയിട്ട് നമ്മൾ വലത് കാല് വെച്ചിട്ട് കക്കൂസിൽ കയറും പാടില്ല, തെറ്റ് തന്നെ. പെട്ടെന്ന് റിവേഴ്സ് വരണം. ഇടത് കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ബാത്റൂമിലേക്ക് കയറണം. കൂടുതൽ സമയം ഇരിക്കരുത് ബാത്റൂമിൽ. ബാത്റൂമിൽ കയറുമ്പോ നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കണം. എന്ത് ഇൻഷുറൻസ്? കാവൽ തേടണം. അല്ലാഹുവിൽ വലിയ രണ്ട് ശൈത്താൻ അവിടെ ഇരിപ്പുണ്ട്. ബാത്റൂമിന്റെ ക്ലോസറ്റ് ഒളിച്ചിരിപ്പുണ്ട്.
ആൺ ശൈത്താൻ പെൺ ശൈത്താൻ രണ്ടെണ്ണുണ്ട്. ആൺ ശൈത്താൻ പെൺ ശൈത്താൻ. ആൺ പെൺ ശൈത്താൻ മിനൽ ഖുബസി വൽ ഖബായിസി. അല്ലാഹുവേ നിന്നോട് ആൺ പെൺ പിശാചിന്റെ ശർറിൽ നിന്ന് കാവൽ തേടുന്നു അല്ലാഹ്. അത് പറഞ്ഞിട്ടേ കയറാവൂ. കാരണം ശൈത്താനോട് ഇരിപ്പുണ്ട്. നമ്മളെ അങ്ങനെ ഇരുത്തി ഉറക്കം, മസാജ് ചെയ്തിരുത്തി ഉറക്കം. ക്ലോസറ്റ് ഒക്കെ നല്ല മസാജാ. ഇവിടെ വൈദ്യർ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ ഉറങ്ങുന്ന പോലെ ഇയാള് തടവിയ ഒന്ന് ഉറക്കം വരുമല്ലോ, ജീവൻ പോകും. ഞാനടുത്ത് പോയി തടയാൻ വിളിച്ചിട്ട് സൂഹിച്ച് ഒന്ന് കിടക്കാമല്ലോ എന്ന് ഓർത്ത് മനുഷ്യനെ ഞെക്കി ഉടച്ചു വിടുന്ന ആള് എവിടെ പോയിട്ട് ഉറങ്ങാൻ പറ്റുക? സുഖ തടവലല്ല ഇത് ദുഃഖ തടവൽ. ചില ബാത്റൂമിലൊക്കെ പോയിരുന്നാലും മസാജ് ചെയ്ത് തരും. അങ്ങനത്തെ ബാത്റൂം ഉണ്ട്, അങ്ങനത്തെ ക്ലോസറ്റ് ഒക്കെ ഉണ്ട്. 60,000-70,000 രൂപയുടെ ക്ലോസറ്റ് ഉണ്ട്. ഇരുന്നാൽ ഇങ്ങനെ ഉറങ്ങിപ്പോകും. തലയൊക്കെ മസാജ് ചെയ്യായിരുന്നു നല്ല റാഹത്തായിട്ട്. ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ നടക്കും. ഇങ്ങനെയുള്ള ക്ലോസറ്റുകളുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇരുന്നോളൂ, റാഹത്തായിട്ട് ചാരിയിരിക്കും. ചിലപ്പോ അടിച്ച് ഉറങ്ങാനും സാധ്യതയുണ്ട്. എങ്ങനെ തുറക്ക നിത്യമായ ഉറക്കം, പിന്നെ ഉണരൂല. അതുകൊണ്ട് സംഭവം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കൂടുതൽ സമയം അവിടെ ഇരിക്കരുത്. ബാത്റൂമിൽ പോകുമ്പോൾ കൂടുതൽ സമയം ബാത്റൂമിൽ ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ ഇറങ്ങണം. കാരണം പിശാചിന്റെ ശർറ് അവിടെ ഉണ്ടാകും. ഔറത്തിലേക്ക് നോക്കരുത്. കക്കൂസിൽ മൂത്രം ഒഴിച്ചാലും ബാത്റൂമിൽ 1-നും 2-നും പോകുമ്പോൾ നമ്മുടെ ഔറത്തിലേക്ക് നമ്മൾ നോക്കരുത്. കണ്ണിന്റെ കാഴ്ച കുറയും, ബുദ്ധിശക്തി കുറയും, ഓർമ്മശക്തി കുറയും. നമ്മുടെ മക്കളോട് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ, മനസ്സിലാക്കി കൊടുക്കണേ. ഇതൊക്കെ വാള് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടുകൊടുക്കരുത്. ഇതൊന്നും ആർക്കെങ്കിലും മനസ്സിലാവും. വന്നിട്ട് അതിലോട്ട് നോക്കരുത്, ഇതിലോട്ട് നോക്കരുത്. ഇതിലോട്ടൊക്കെ നോക്കുന്നത് കൊണ്ടാണ് ബുദ്ധി ഇല്ലാതെ പോകുന്നത്. ഈ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നത് ചെറിയ കാര്യമല്ല അബീവേ. ഓർമ്മക്കുറവുണ്ടാകും. നമ്മുടെ ഔറത്തിലേക്ക് നോക്കണ്ട, ബാക്കിയുള്ളവരുടെ ഔറത്തിലേക്ക് നോക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ മരണം വരെ അവരുടെ ഔറത്ത് പരസ്പരം കണ്ടിട്ടേ ഇല്ല. എത്ര വലിയ കാര്യം അത്! മരണം വരെ അവർ കണ്ടിട്ടില്ല. വഫാത്തിന്റെ സമയം വരെ ഔറത്ത് കണ്ടിട്ടില്ല. ഇത് കാണലിന്, ഭാര്യയും ഭർത്താവിന്റെ കാണലിന് ഹറാമാണോ ഉസ്താദെ? അത് വിഷയം വരെ, അത് ഹറാമോ ഹലാലോ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, മഹാന്മാര് സ്വാലിഹീങ്ങളൊക്കെ പറയുന്നത് ഇത് നമ്മുടെ ഔറത്തിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, തെറ്റല്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോ കണ്ണിന്റെ കാഴ്ച കുറയാനും ബുദ്ധി കുറയാനും അത് കാരണമാകും. ആണ് അതിന്റെ അർത്ഥം. ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനും പഠിക്കാനും എത്രയോ മസലകളുണ്ട്. എത്ര മസല ബാത്റൂമിൽ പോകുന്നതൊക്കെ മസല. എന്താ ഉസ്താദ് ഇത്? ഇന്നത്തെ വാദം മൊത്തം ഞാൻ ഒള്ളി ബാത്റൂമിന്റെ മാത്രം മസല പറഞ്ഞ 2 മണിക്കൂർ. ഇത് ഇൽമാണ്, വെറുതെ പറയല്ല. നമ്മൾ ഓടിപ്പോട്ട് ചുമ്മാ മുണ്ടുരിഞ്ഞു നിന്നിട്ട് വിവസ്ത്രനായിട്ട് കുളിക്കാൻ പാടില്ല. നമ്മുടെ സൗകര്യത്തിന് ഓടിപ്പോവാ, എല്ലാം അഴിച്ചങ്ങോട്ട് എറിയാം. യാ അല്ലാഹ്, ഇന്ന് ഉമ്മ പ്രസവിച്ചതുപോലെ സുബ്ഹാനല്ലാഹ്, മോളിൽ നിന്ന് വെള്ളം ഷവർ അങ്ങോട്ട് തുറന്നിട്ട് ഒറ്റ കുളി. നാളെ എരുമ പോത്ത് കുളിക്കുന്ന പോലെ. അൽഹംദുലില്ലാഹ്, റാഹത്തായ കുളി. എന്നിട്ടുള്ള ഷാമ്പൂ മൊത്തം വാരി തേച്ചിട്ട് ഫ്രണ്ടിൽ വലിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഫോൺ ഉണ്ടായിരുന്ന ഒരു സെൽഫി എടുത്തല്ലേ അവിടെയും വെച്ച് വേണമെങ്കിൽ. ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്. ഇതൊക്കെ നമ്മളിരുത്തിയാണ് പഠിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ടാകും. അത് എത്രയും വേഗം, അത് നമ്മുടെ ഖുബൂസ് ഖബായിസുകളാണ്, വേസ്റ്റുകളൊക്കെ കളയുന്ന സ്ഥലമാണ്. പെട്ടെന്ന് കളയുക, ഒളു എടുക്കുക, പെട്ടെന്ന് യാ അല്ലാഹ്. കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് വന്നിട്ട്, ഒളുവെടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ. ആ 2 റക്അത്ത് സുന്നത്ത് സ്വർഗത്തിലേക്കുള്ള വഴിയാ. എല്ലാരും ബാത്റൂമിൽ ഓതൊടുക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. മഹാന്മാര് സ്വാലിഹീങ്ങളും ഫുഖഹാക്കളൊക്കെ പറയുന്നത് നല്ലതല്ല, സംഭവം അതാണ്, നല്ലതല്ല. പിന്നെ ചില സാഹചര്യം, സന്ദർഭം, ഇപ്പൊ അങ്ങനെയാണ് സാഹചര്യം, വേറെ വഴിയില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഓതൊടുക്കും. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ബാത്റൂം വേറെ, കക്കൂസ് വേറെ, കുളിക്കുന്നത് വേറെ. ഇത് രണ്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ പണ്ടൊക്കെ ബാത്റൂം എന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറി വാഷ്റൂം എന്നായി. ഇപ്പം വാഷ്റൂം മാറി വാഷ് ക്ലോസറ്റ് അങ്ങനെയാക്കി. കാരണം എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യാത്ത ക്ലോസറ്റ് ഉണ്ട്. യൂറോപ്പിലൊക്കെ പോയാൽ
WC എന്ന് എഴുതിയേക്കുന്നു. നമ്മൾ മക്കയിലൊക്കെ പോയി കണ്ടില്ല WC 3 ഞാൻ WC 3 എന്താ WC വാഷ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള ക്ലോസറ്റ് നടത്താം. അപ്പൊ ഈ വാഷ് ക്ലോസറ്റ് മുസ്ലിങ്ങൾക്ക് ഉള്ളൂ, യൂറോപ്പിലില്ല. യൂറോപ്യൻ നാട്ടിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ലണ്ടനിലൊന്നും പോയാലില്ല. കയ്യിൽ പഞ്ഞിയും കൊണ്ടുപോയിക്കോണം, ടിഷ്യൂ പേപ്പറുമായിട്ട് പോയിക്കോണം. ലണ്ടനില് വീടുകളിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ട് ഷവർ കൊടുത്താൽ അവർക്കെതിരെ പറ്റിയാണ്. ഇൻഷുറൻസ് പോലും വീട്ടിൽ കിട്ടൂല. പുറത്തുനിന്ന് വെള്ളം എടുത്തോണ്ടാണ് മലയാളികളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്റെ മോൻ ഇംഗ്ലണ്ടിലാണ്, ലണ്ടനിലാണ്, അമേരിക്കയിലാണ്. കഷ്ടം. കക്കൂസി പോയ കഴുകാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല, തുടയ്ക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ചങ്ങാതിരത്ത് ചോദിച്ചാണ്, അവിടെ ഇംഗ്ലണ്ട് ലണ്ടനിലാണ് ഉസ്താദെ മോന്. ഞാനും എന്റെ വൈഫും കൂടെ പോയി പുരയിൽ പോയി ഇരുന്നിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ പൈപ്പും ഇല്ല, ഹാൻഡ് ഷവറും ഇല്ല, ഒന്നുമില്ല. കുറെ പഞ്ഞിയും കുറെ തുണിയും ടിഷ്യൂ പേപ്പറും മാത്രം. എന്താ പൈപ്പ് വെക്കാതെ? പൈപ്പ് വെച്ചാൽ പോലീസ് പിടിക്കും, കണ്ടു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടൂല. കഴുകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് യൂറോപ്യൻ സംസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കണേ. അത് ചെറിയ രീതിയിലല്ല. നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് പെട്ടെന്ന് ഷൂ അടിച്ചു വിട്ടിട്ട് ഓടിപ്പോയിട്ട് കഴുകണമെന്നല്ല പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞു പതുക്കെ ഇസ്തിബ്ര, പിന്നെ പതുക്കെ കുറച്ച് നടന്ന് ചുമച്ച് അത് അവസാനത്തെ ഒരു തുള്ളി പോലും പുറത്ത് പോയതിനു ശേഷമേ ഒതുവെടുക്കാവൂ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, മദീനക്കാരുടെ നേതാവാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ വെച്ച് മദീനയിലേക്ക് ക്ഷണിച്ച മഹാനുഭാവനാണ് സഅദ് ഇബ്നു മുആദ്. അൻസാരികളുടെ നേതാവാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ഏറ്റവും നല്ല മനുഷ്യനാണ്, നല്ല മഹാനാണ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അല്ലാഹ് എല്ലാ പാപം പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല മരണപ്പെട്ടപ്പോ എത്രത്തോളം മഹാനാണെന്നതിന്റെ തെളിവ് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനമണ്ഡലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മൻ മാത യാ മുഹമ്മദ് ഖദ് ഫുതിഹത് അബ്വാബുസ് സമാ. ആരാണ് മുഹമ്മദേ മരണപ്പെട്ടത്? ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്ര വലിയ മഹാനുഭാവൻ ആരാണെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുകയാണ് ആരാണ് വഫാത്തായത്. ഉടനെ സ്വഹാബത്ത് പറയുന്നു, മാത സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞു പോയി. ആകാശലോകത്ത് നിന്ന് 70,000 മാലാഖമാരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമക്കാൻ വേണ്ടി വന്നത്. അല്ലാഹുവിന്റെ റസൂലിന് പോലും നടക്കാൻ കഴിയാതെ തള്ളവിരലിൽ ഊന്നിയാണ് റസൂലുള്ളാഹി തങ്ങൾ നടന്നത്. സ്വഹാബത്ത് ചോദിച്ചു, എന്തേ നബിയേ തള്ളവിരലിൽ നടക്കാനുള്ള കാരണം? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, ആകാശലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നേ വരെ അവർ ഭൂമിയിൽ ഇറങ്ങാത്തവരാണ്. ആ മാലാഖമാർ സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തിനെ അനുഗമിക്കുകയാണ്. അവരുടെ ആധിക്യം കാരണം എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയാതെ പോയി. ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ പറയുകയാ, അത്രത്തോളം മഹാനുഭാവനാണ്, അത്രത്തോളം മഹത്വമുള്ള വ്യക്തിയാണ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തൊട്ട ചാരത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിലേക്ക് നോക്കുകയാണ്. ശേഷം നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സബ്ബഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലി സുബ്ഹാനല്ലാഹ് സബ്ബഹൽ അസ്ഹാബു മഅഹു. അത് കേട്ട മാത്രയിൽ സഹാബാക്കളും വിളിച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയത് കേട്ടിട്ട് സഹാബത്തും കൂട്ടത്തിൽ ചൊല്ലുകയാണ്, സുബ്ഹാനല്ലാഹ്. അത്ഭുതമാണ്, അത്ഭുതം. എന്തോ ഒരു അത്ഭുതം നടന്നത് കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെങ്കിൽ നിർത്തുന്നില്ല. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖബറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ
തങ്ങൾ പറഞ്ഞപ്പോ ഖബ്ബറൽ അസ്ഹാബു മഅഹു നബീനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് സഹാബാക്കളും തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഖബറൊക്കെ അടക്കി എല്ലാവരും മടങ്ങിപ്പോയി. സഹാബത്തിനോട് സഹാബാക്കൾ പരസ്പരം ചോദിക്കുകയാണ്, ഈ ഒരു അത്ഭുതം നമുക്ക് റസൂലുള്ളാഹിയോട് ചോദിച്ചറിയണം. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില വാക്കുകളും വചനങ്ങളും ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്ത് അടക്കുന്നതോടുകൂടി നമ്മൾ കാണുകയുണ്ടായി. കാരണം എന്തെന്ന് സഹാബത്തിന് അറിയണം. ജിജ്ഞാസയോടുകൂടി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് സഹാബത്ത് നടക്കുകയാണ്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് അർപ്പണമാകട്ടെ നബിയേ. മാ സമിഅനാ മിൻകൽ യൗമ ശൈആ, നബിയേ ഒരിക്കലും ഞങ്ങൾ മാ നസ്മഉഹു ഖബൽ, ഞങ്ങൾ ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈഅൻ വലം നസ്മഉഹു ഖബൽ, നേരത്തെ കേട്ടിട്ടില്ലാത്ത ചില വാചകങ്ങൾ വചനങ്ങൾ അങ്ങയുടെ നാവിൽ നിന്ന് ഞങ്ങൾ കേട്ടുവല്ലോ ഹബീബേ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖദ് തളായഖൽ ഖബ്റു അലാ ഹാദൽ അബ്ദി സ്വാലിഹ് ഹത്താ ഫറജല്ലാഹു അൻഹു. നോക്കണേ, അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് ലഖദ് തളായഖൽ ഖബ്റു അലാ ഹാദൽ അബ്ദി സ്വാലിഹ്, ഈ സാലിഹായ മനുഷ്യനെ ഖബർ ഞെരുക്കുകയുണ്ടായി. അത്ര വലിയ വാക്കാണ് സാലിഹായ മനുഷ്യൻ. ഈ സാലിഹായ മനുഷ്യനെ ഖബർ ഞെരുക്കുകയുണ്ടായി സഹാബത്തെ. ഹത്താ ഫറജല്ലാഹു അൻഹു, ആ ഖബർ വിടുന്നില്ല അദ്ദേഹത്തെ. നബി തങ്ങൾക്ക് കാണാം ഖബറിന്റെ ശിക്ഷ അല്ലാഹുവിന്റെ റസൂലിന് കാണാൻ അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂരി കഫിത്നതി ദജ്ജാൽ, നിങ്ങൾ ഫിത്ന ഫസാദുകൾ ദജ്ജാലിന്റെ ഫിത്ന പോലെ ഫസാദ് പോലെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് ലോക നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ ശിക്ഷ റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി കണ്ടത് ആ ഖബർ ഞെരിക്കുന്നു ആ സഹാബിയെ. നല്ല ഒരു സഹാബി, സദ്വർത്തനായ സഹാബി, സാലിഹായ ഒരു സഹാബിയാണ്, ബദരിയാണ് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ഖബർ ഞെരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതത്തോടുകൂടി വിളിച്ചുപോയി, സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു അത്ഭുതമാണ് റബ്ബേ, എന്തോ ഒരു അത്ഭുതമാണ് റബ്ബേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഖബർ വിടുന്നില്ല, ഖബർ വിടുന്നില്ല. വീണ്ടും റസൂലുള്ളാഹി തക്ബീർ തസ്ബീഹ് ചൊല്ലുകയാണ്. ഹത്താ ഫറജല്ലാഹു അൻഹു, ആ ഖബർ അദ്ദേഹത്തെ വിടുന്നത് വരെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഖാല റസൂലേ, എന്തിനാണ് ഈ നല്ല ഒരു മനുഷ്യനെ ഖബർ ഞെരുക്കിയത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം കാന മിനൽ ബൗൽ, മൂത്രം ഒഴിച്ചതിനു ശേഷം അല്പം ശ്രദ്ധ കുറവ് സംഭവിച്ചുപോയി. മൂത്രം ഒഴിച്ചതിനു ശേഷം അല്പം ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് അങ്ങോട്ട് അടിക്ക് കാളട കൂട്ട്, എന്നിട്ട് തല്ലിക്കുടഞ്ഞ് സിബിട്ടിട്ട് പൂട്ടിട്ട് നേരെ പള്ളിയിൽ വരും. റുക്കൂ ചെയ്യുമ്പോൾ ഒരു തുള്ളി, സുജൂദ് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ്, പിന്നെ ഇത്തിദാൽ നിൽക്കുമ്പോൾ പിന്നെ ഒരു ഡ്രോപ്പ്. ഇതല്ലേ സംഭവിക്കുന്നു. ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ കരുതും. ഞാൻ ബാല്യക്കാരനാണ്, എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ല എന്ന് നമ്മൾ കരുതും. നിങ്ങൾ മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അതിലേക്ക് മൂത്രത്തിന്റെ ഒരു തുള്ളി വരുന്നുണ്ടോ. മൂത്രമൊഴിച്ചതിനു ശേഷം അല്പം ശ്രദ്ധക്കുറവ് സംഭവിച്ചതിന്റെ പേരിലാണ് സഅദ് ഇബ്നു മുആദിനെ ഖബർ ഞെരുക്കിയതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്ന് റസൂലുള്ളാഹി ഹയാത്തോടെ ഉണ്ടായിരുന്നു. നേരിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു അവിടെ രക്ഷ കൊടുത്തു. നമ്മളെ കൊണ്ട് അടക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ഔക്കറിച്ച ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ല. നമ്മളെല്ലാരും ദ്വാരത്തിട്ട് വന്നു. ഔക്കറിച്ചാണ് മൂത്രം ശരിയായില്ലെങ്കിൽ അവിടെ ഞെരുക്കലോടെ ഞെരുക്കലാണ്. യാ അല്ലാഹ്, ഒന്ന് രക്ഷപ്പെടുത്താൻ ആരാണ് പടച്ചവനെ?
അതുകൊണ്ട് സൂക്ഷിക്കുമ്പോഴേ അതിനാണ് ബാങ്ക് വിളിച്ച് 15-20 മിനിറ്റ് സമയം തരുന്നത്. നേരത്തെ പോയി ബാത്റൂമിലൊക്കെ പോയി റാഹത്തായിട്ട് നല്ല ചുമച്ച് ഇസ്തിബ്റ എന്ന് അറബി ഭാഷയിൽ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കണം. പണ്ടൊക്കെ ഉള്ളവരൊക്കെ നടക്കുക, കാരണവന്മാരൊക്കെ അങ്ങ് നടക്കുന്നില്ല. അതിനാണ് ഇടത് സൈഡ് മുണ്ടെടുക്കുന്നത്. ഞമ്മക്ക് ചിലടക്ക് വാക്ക് വലത് സൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ നമ്മുടെ ഇച്ഛയല്ല, അങ്ങനെ ആയിപ്പോയി. ലെഫ്റ്റ് സൈഡ് മുണ്ടെടുക്കുന്നതാണ്. അതിനാണ് കാക്കന്മാര് മേത്തന്മാരൊക്കെ ലെഫ്റ്റ് സൈഡ് മുണ്ടെടുക്കുന്നതാണ്. ഇടത് കൈ കൊണ്ട് അകത്തൂടെ കയറിയിട്ട് മൂത്രം ഒഴിക്കുന്ന പിടിച്ചിങ്ങനെ നടന്ന് ഒക്കെ ഒരു ഇസ്തിബ്റ ചെയ്യാൻ അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അപ്പൊ ഇപ്പൊ അതൊന്നും ഇല്ലപ്പാ. ഇപ്പൊ ഇതൊക്കെ ആരാ നോക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ ഇപ്പം ഡിജിറ്റൽ മൂത്രമൊഴിപ്പല്ലേ, ഡിജിറ്റൽ മൂത്രമൊഴിപ്പ്. ഈ നിന്ന് കൊടുക്കുന്നവർക്ക് നിന്നൊഴിക്കാം, ഇരുന്നൊഴിക്കുന്നവർക്ക് ഇരുന്നൊഴിക്കാം, കിടന്ന് മൂത്രമൊഴിക്കുന്നവർക്ക് കിടന്ന് മൂത്രമൊഴിക്കാം. ഈ സിസ്റ്റങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ മൂത്രമൊഴിപ്പ്. ഇനി ഇതിനകത്ത് ഇപ്പൊ ആരാ പോയിട്ട് ഇപ്പം ഇതൊക്കെ ഇതൊക്കെ നോക്കാൻ പോകുന്നത്? സൂക്ഷിച്ചാല് ദുഃഖിക്കണ്ട. ഇവിടെയല്ല ശിക്ഷ, ഖബറിലാണ് ശിക്ഷ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നടന്നു വരുമ്പോ, ഖബർസ്ഥാനിന്റെ ഇടയിലൂടെ നടന്നു വരുമ്പോ പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഒരു മരത്തിന്റെ കൊമ്പൊടിച്ചിട്ട് ശിഖരമൊടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ കുത്തിവെക്കുകയാണ്. ഖബറിൽ കുത്തിവെക്കുന്നു. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നബിയെ അങ്ങനെ ചെയ്തത്? എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, അവർ രണ്ടുപേരും ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. വലിയ പാപം ചെയ്തതിന്റെ പേരിലൊന്നുമല്ല, എന്നാലോ തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്. വലിയ പാപമൊന്നുമല്ല, ആ ഖബറിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. ഒരാള് ചെയ്ത കുറ്റം എന്തെന്നറിയോ? മൂത്രത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. റസൂലുള്ളാഹി തങ്ങൾ കണ്ട വഴിയാണിത്. ഖബറിസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് കാണാം ഖബറിൽ ശിക്ഷ കാണാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കണേ. ഒരാള് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് മൂത്രമൊഴിച്ച് ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. ഞാൻ ഈ മടല് കമ്പ് ഒടിച്ചു വെക്കുമ്പോ അത് ഉണങ്ങാത്ത സമയത്തോളം ആ ഖബറാളിക്ക് വേണ്ടി അത് മഗ്ഫിറത്ത് തേടുമത്രേ. റസൂലുള്ളാഹിക്ക് അറിയാലോ അതൊക്കെ, ഖബറിനകത്തുള്ള റസൂലുള്ളാഹിക്ക് അറിയാം. മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുന്നത് ഗീബത്ത് പറഞ്ഞതിന്റെ പേരിലാണ്. ഏഷണി, ദൂഷണം, പരദൂഷണം. ഹോൾസെയിൽ മുതലാളിമാർ അപ്പുറത്തിരിപ്പുണ്ട്. ഹോൾസെയിൽ കച്ചവടക്കാർ, പെണ്ണുങ്ങന്മാരിങ്ങനെ ഇരുന്നിട്ട് സംസാരം അങ്ങോട്ട് തുടങ്ങിയാൽ ഇവന്റെ ഒക്കെ പച്ചയിറച്ചി തിന്നല്ലേ എന്ന ജോലി. പച്ച ഷവർമ, അതിനാണ് പേര്. ഷവർമ തന്നെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്റ്റിക്ക് ഉണ്ട്, എന്താ പറയാ, നമ്മള് ഹോട്ടൽ സ്റ്റിക്ക്, ഇത് റസൂലുള്ളാഹി അന്നേ പണ്ടേ പറഞ്ഞ സംഭവമാണ്, ഇപ്പോഴല്ല. ഇതൊക്കെ പണ്ടേ പറഞ്ഞാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിന്നിട്ട് നല്ല മട്ടൻ മന്തി അടിച്ചിട്ട് ചിക്കൻ മന്തി അടിച്ചിട്ട് പല്ല് കുത്തുന്നു, അതിനിടയിൽ ഇറച്ചി കയറിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് പെണ്ണുങ്ങളോട് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇറച്ചിയിരിക്കുന്നല്ലോ. യാ റസൂലുള്ളാഹി, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇറച്ചി തിന്നുന്നത്? അല്ല, നിങ്ങളുടെ പല്ല് നിങ്ങളൊരു പിക്കെടുത്ത് ഒന്ന് ടൂത്ത് പിക്കെടുത്ത് ഒന്ന് കുത്തി മാറ്റി, ടൂത്ത് പിക്കെടുത്ത് ഒന്ന് കുത്തി മാറ്റി. ഇല്ല നബിയെ, ഞങ്ങൾ ഇന്ന് ഭക്ഷണം ഇല്ല, ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ടില്ല. ശേഷം അവര് ഇല്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന വ്യക്തിയുടെ പച്ച മാംസം നിങ്ങൾ തിന്നില്ലേ? ഞങ്ങൾ സംസാരിച്ചു പോയി നബിയെ, സംസാരിച്ചു പോയി. ഇന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞു പോയി, സംസാരിച്ചു പോയി. അത് അദ്ദേഹത്തിന്റെ പച്ച ഇറച്ചി തിന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു പല്ലെടുത്ത് ടൂത്ത് പിക്ക് എടുത്തിട്ട് അത് കുത്തി നിങ്ങൾ മാറ്റണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ ഒരാളെ കുറിച്ച് ദൂഷണം പറയൽ എന്റെ പൊന്നുപെങ്ങളെ പച്ച ഇറച്ചി തിന്നുന്നതിന് തുല്യമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലൈലത്തുൻ നുസ്രിയ ബില സമാ,
മിഅ്റാജിന്റെ രാവിൽ ആകാശരോഹണം നടന്ന ദിവസം എന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. മറർതു ബിഖൗമിൻ, ഞാൻ ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഒരു വിഭാഗത്തെ ഞാൻ കാണുകയാണ്. ലഹും അൽഫാറും മിൻ നുഹാസ്, ലഹും അൽഫാറും മിൻ നുഹാസ്, അവരുടെ നുകങ്ങളെല്ലാം ചെമ്പ് തകിട് പോലുള്ള നുകങ്ങളാണ്. ലഹും അൽഫാറും മിൻ നുഹാസ്, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെ ഞാൻ കാണുകയാണ്. യഖ്മിശൂന ഉജൂഹും വസുദൂറഹും, അവരുടെ മുഖവും അവരുടെ ശരീരമാസകലവും ആ ചെമ്പ് നുകങ്ങൾ കൊണ്ട് പറിച്ച് കീറുകയാണ്. യഖ്മിശൂന ഉജൂഹും വസുദൂറഹും, അവരങ്ങനെ വലിച്ചു കീറുന്നത് ഞാൻ കാണുകയാണ്. ഖുൽതു ലി ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഇവർ, ആരാണ് ജിബ്രീലേ ഇവർ, ഏത് വിഭാഗമാണ് ജിബ്രീലേ ഇവരെന്ന് ഞാൻ ചോദിച്ചപ്പോ ഹൗലാഇ മിൻ ഉമ്മതിക്, നോക്കണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി തങ്ങൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ പറയുകയാണ്, ഹൗലാഇ മിൻ ഉമ്മതിക്, ഈ സമുദായം, ഈ വിഭാഗം നിങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ടവരാണ്. നബി എവിടുത്തെ ഉമ്മത്തികളിൽപ്പെട്ടവരാണ്? വഹും യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അറാളിഹിം, അവർ ജനങ്ങളുടെ പച്ച ഇറച്ചി ദുനിയാവിൽ തിന്നവരാണ്. അന്തസ്സും അഭിമാനത്തോടും ഇസ്സത്തോടു കൂടി നടന്നവരുടെ അഭിമാനം ദുനിയാവിൽ വെച്ച് നശിപ്പിച്ചവരാണ്. അവരെ നാണം കെടുത്തിയവരാണ്. അവരുടെ രഹസ്യങ്ങൾ ഫോട്ടോയിൽ മൊബൈലിൽ ഒപ്പിയെടുത്തിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പാസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തവരാണ്. അവർക്ക് നാളെ നരകത്തിന്റെ ശിക്ഷ ഇതാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതൊരു ഗീബത്തല്ലേ? ഒരാളുടെ രഹസ്യം ചോർത്തിയെടുക്കുക. അറിയില്ല, ഇന്ന് മൊബൈല് നമ്മുടെ കയ്യിലിരിക്കും, അറിയില്ല ആരുടെ ഫോട്ടോയാണ് എടുക്കുന്നതെന്ന് അറിയില്ല. എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ വസ്ത്രം മാറുന്ന സമയമായിരിക്കും, മൂത്രമൊഴിക്കുന്ന സമയമായിരിക്കും, കുളിക്കുന്ന സമയമാകും. ചിലപ്പോ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് പോവും, കുളത്തിൽ ചാടി ഒരുമിച്ച് കുളിക്കുമ്പോൾ രഹസ്യമായിട്ട് ഫോട്ടോ എടുത്ത് വെക്കും. ഗോവയിൽ പോയിട്ട് കടലിൽ ഒരുമിച്ച് കുളിക്കുന്നു, ഇവനും കുളിക്കുന്ന രഹസ്യമായിട്ട് അവന്റെ മാത്രം എടുത്തു വെക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു പക വരുമ്പോ പെട്ടെന്ന് ഇവന്റെ ഈ ന്യൂനതകൾ പരസ്യപ്പെടുത്തും. ഇവർക്കുള്ള ശിക്ഷ നാളെ നരകത്തിൽ ചെമ്പ് നുകങ്ങളാൽ അവരുടെ ശരീരവും മുഖവും മാന്തി പറിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിൽ വെച്ച് ആരെങ്കിലും മറ്റൊരു സഹോദരന്റെയോ സഹോദരിയുടെ രഹസ്യങ്ങൾ പകർത്തിയിട്ട് അത് പരസ്യപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് വ്യാപിപ്പിക്കുന്നവരാരാണോ, ദുനിയാവിലും അവർക്ക് ശിക്ഷയുണ്ട്, ആഖിറത്തിലും അവർക്ക് ശിക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഇതേപോലെ നിന്നെയും അല്ലാഹു നാണം കെടുത്താതെ മരിപ്പിക്കുകയില്ല. വലൗകാന ഫീ ഖഅരി ബൈതിഹി, അവനവന്റെ വീടിന്റെ ഉള്ളിലിരുന്നാലും അല്ലാഹു അവനെ നാണം കെടുത്തുമത്രേ. കമാ ഖാല റസൂലുള്ളാഹി. മനസ്സിലാവുന്നുണ്ടോ? ഒരാളുടെ രഹസ്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചോർത്തിയെടുക്കാൻ പാടില്ല. ഒരാള് മൊബൈൽ കൊണ്ടുവച്ചിരിക്കുന്നു, ബാത്റൂമിലേക്ക് അവൻ പോയി, ഈ മൊബൈൽ എടുത്തു വെച്ചിട്ട് ആർക്കൊക്കെ ഇവൻ ചാറ്റിയിട്ടുണ്ട്, ആരുടെയൊക്കെ ഫോട്ടോ ഇതിലുണ്ട്, ആരുടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അല്ലാഹ് കാണുന്നുണ്ടല്ലോ, നമ്മൾ നോക്കാൻ പാടില്ല. നീ അല്ലാഹയെ പേടിയുണ്ടെങ്കിൽ ഇത് നീ നോക്കരുത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കുന്നവർക്ക് ഉന്നതമായ കൂലി റബ്ബിന്റെ കോടതിയിലുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു വിശ്വസ്തനായിരിക്കും നമ്മളോടൊപ്പം വരുന്നത്. നമ്മൾ അവന്റെ രഹസ്യം ചോർത്താൻ വേണ്ടി അവൻ ബാത്റൂമിൽ കയറുമ്പോ നീ അവന്റെ ഒരു വിശ്വസ്തനാണെന്ന് കരുതി മൊബൈലോട് വെച്ചിട്ട് പോകും. മെല്ലെ അതെടുത്ത് തോണ്ടി നോക്കുക, അത് അഴിച്ചു നോക്കുക. അത് നല്ലതല്ല സഹോദര. അല്ലാഹു കാണുന്നുണ്ട്. നിന്റെ രഹസ്യം വേറൊരാൾ ചോർത്തും കേട്ടോ. ചെറിയ കാര്യമല്ലേ?
നമ്മളത് പാടില്ല. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിന്റെ പരസ്പരം വിശ്വാസം വേണം. അതാണ് ഭാര്യയും ഭർത്താവും. ഭർത്താവിന്റെ മൊബൈല് ഭാര്യ എടുക്കല്, ഭാര്യയുടെ മൊബൈല് ഭർത്താവ് എടുക്കല്, അത് വിശ്വാസമില്ലാത്തതിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പാതിരാ സമയത്ത് ഭാര്യ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടില് ഭർത്താവെ അവൾ അറിയാതെ രഹസ്യമായി നീ അവളുടെ ബെഡ്റൂമിന്റെ വാതിൽ വന്ന് തട്ടരുത്, വീടിന്റെ വാതിൽ തട്ടരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് സംശയത്തിനിടയാക്കും കേട്ടോ. ഉണ്ടോ? ഒരു ഭാര്യയെ സംശയിക്കരുതെന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഒരു ഭർത്താവിനെ ഒരു ഭാര്യ സംശയിക്കരുത്, ഒരു ഭാര്യയെ ഭർത്താവ് സംശയിക്കരുത്. പരസ്പരം ഒരു വിശ്വാസം വേണം രണ്ടുപേർക്കും. അതാണ് വേണ്ടത്. ഇത് ഭാര്യയുടെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് പുറത്ത് വെച്ചെല്ലാം ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് ആക്കി എല്ലാം റാഹത്താക്കി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ബാത്റൂമിലോ ഓളെടുത്തിട്ട് മുഴുവനും നോക്കിയാലും ഒന്നും കാണാനില്ല. അതല്ലേ ഇച്ച വരുന്നു എന്ന് പറയുമ്പോൾ ഓളും പെട്ടെന്ന് പഴയ നല്ല ചാറ്റുകളൊക്കെ എടുത്ത് എല്ലാം അതും ക്ലീൻ ചെയ്ത് അവളെടുത്ത് റാഹത്താക്കി വെക്കും. ഇപ്പൊ രണ്ടുപേർക്കൊരു വിശ്വാസമില്ല. നമുക്ക് വിശ്വാസം ഉണ്ടാകണം. അതാണല്ലോ എല്ലാം. വിശ്വാസമാണല്ല അതല്ല, അതാണല്ലോ എല്ലാം. അതുകൊണ്ട് പരസ്പരം കൊണ്ട് ഇത് ചെയ്യാനേ പാടില്ല, സംശയിക്കാൻ പോലും പാടില്ല. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അവളെ നിനക്ക് വിശ്വാസം വേണം, ഇവനെയും നിനക്കും വിശ്വാസം വേണം. വിശ്വാസ വഞ്ചന ഒരിക്കലും പാടില്ല. വലാ തകും മഅൽ ഖായിനീൻ, വഞ്ചകനോടൊപ്പം നീ കൂട്ടുകൂടരുത് കേട്ടോ. വഞ്ചകനോടൊപ്പം നീ കൂട്ടുകൂടരുത് കേട്ടോ. ആരെയും വഞ്ചിക്കാൻ പാടില്ല കേട്ടോ. പക്ഷേ ഒരു കാലം വരും, ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സയഅതി അലന്നാസി സനവാതുൻ ഖദ്ദാഅതുൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും സ്വഹാബത്തെ. ആ നാടിന്റെ ആ കാലഘട്ടത്തിന്റെ പേരെന്തെന്നറിയുമോ? സനവാതുൻ ഖദ്ദാഅതുൻ, വഞ്ചനയുടെ ലോകമാണ്. വഞ്ചനയുടെ കാലമാണ്. വഞ്ചനയുടെ കാലമാണ്. അന്ന് യുകദ്ദബു സ്സാദിഖു വയുസദ്ദഖുൽ കാദിബു വയുഖവ്വനുൽ അമീൻ വയുഅ്തമനുൽ ഖായിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സത്യസന്ധനെ കള്ളനാക്കുന്ന കാലമായിരിക്കും. കള്ളന്മാരെ, കളവ് പറയുന്നവനെ സത്യസന്ധൻ എന്ന് വിളിക്കുന്ന കാലമായിരിക്കും. വഞ്ചിക്കുന്ന ചതിയനെ നല്ല പേര് കൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന കാലമായിരിക്കും. എന്നാലോ നല്ല മനുഷ്യൻ, സദ്വൃത്തനായ നല്ല ഗുണമുള്ള വ്യക്തിയെ ഏറ്റവും വലിയ വഞ്ചകനായി കാണുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കുകയില്ല. ചില പള്ളിയിലൊക്കെ പ്രസിഡന്റ് നല്ല മനുഷ്യനായിരിക്കും, വർഷങ്ങളായിട്ട് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. എതിർ വിഭാഗത്തിന് ഇഷ്ടപ്പെടൂല. അയാളെ നോക്കിയിട്ട് ഇയാള് ഈ 10 വർഷം 15 വർഷം 20 വർഷം ഇരിക്കുന്നത് പൈസ തിരിമറി ചെയ്യാനാണ്, അടിച്ചു മാറ്റാനാണ്. തെറ്റിദ്ധാരണയാണ്, അറിയാതെ പറഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ പറയുന്നവരുണ്ടാകും. സത്യസന്ധനെ കള്ളനാക്കും. എന്നാലോ അധികാരത്തിന്റെ അപ്പക്കഷണത്തിലേക്ക് കയറാൻ കൊതിക്കുന്നവനാരാണ്? നാട്ടില് ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുള്ളവനാണ്. നാട്ടിൽ ഒരുപാട് പേരെ പറ്റിച്ചു നടന്നവനാണ്. ദുബായിൽ നിന്ന് പറ്റിച്ചു വന്നവനാണ്. ഖത്തറിൽ നിന്ന് പറ്റിച്ചു വന്നവനാണ്. ഇവരിതാ പ്രസിഡന്റ് പദവിയിലേക്ക് കയറാൻ പോകുന്നു, സെക്രട്ടറി പദവിയിലേക്ക് കയറാൻ പോകുന്നു. സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ആളുകളും. വിധങ്ങൾ പറഞ്ഞു, ഈ കള്ളനെ സത്യസന്ധനാക്കുന്ന കാലം വരാതെ, സത്യസന്ധന്മാരെ കളവാക്കുന്ന കാലം വരാതെ ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കുകയില്ല. ആ കാലഘട്ടത്തിന്റെ പേരാണ് സനവാതുൻ ഖദ്ദാഅതുൻ, വഞ്ചനയുടെ ലോകം. പണം വാങ്ങിയിട്ട് കൊടുക്കൂല, കടം വാങ്ങും. വന്നിട്ട് നിസ്കാര തഴമ്പുണ്ടാകും, ദാടി ഉണ്ടാകും, തൊപ്പി ഉണ്ടാകും. പടച്ചവനെ നല്ല ഇച്ചാണല്ലോ, ഉക്കറിച്ചാണല്ലോ പടച്ചവനെ, അന്തിച്ചാണല്ലോ പടച്ചവനെ, ഉമ്പിച്ചാണല്ലോ പടച്ചവനെ. അദ്ദേഹം വന്ന് ചോദിക്കുമ്പോ നമുക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും? കയ്യിൽ പണം ഉണ്ടായിട്ട് നിസ്കാരമുണ്ട്, തഹജ്ജുദ് 5 നേരം നിസ്കാരമുണ്ട്, പൈസ കടം കൊടുക്കും. 1 മാസം കൊണ്ട് തരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, 1 മാസം കൊണ്ട് തന്നാ മതി. 1 മാസമായി കാണുന്നില്ല, 2 മാസമായി കാണുന്നില്ല, 3 മാസമായി കാണുന്നില്ല. പോയി അസ്സലാമു അലൈക്കും, പൈസ അങ്ങ് തരൂല. നമ്മൾ ദുബായിക്ക് പറക്കാൻ പോകാം, അല്ലെങ്കിൽ നമ്മൾ ഖത്തറിലേക്ക് പോകാൻ പോകാം, അല്ലെങ്കിൽ ഞാൻ നാളെ മരിക്കാൻ പോകാം. പൈസ തരൂ, ചോദിക്കും. അല്ലാഹു അക്ബർ. ഇപ്പൊ കൊടുത്തവൻ കുറ്റക്കാരൻ.
കൊടുത്ത് പൈസ കൊടുത്തൊരു സഹായത്തിന് വേണ്ടി ശരി 1 മാസം കൊണ്ട് ശരിയായില്ല, അത് ശരിയാണ്, 2 ആഴ്ച കൊടുക്കണം, 2 ആഴ്ച ശരിയായില്ല, 1 മാസത്തുള്ള മോന്റെ പൈസ വരാൻ പൈസ വന്ന 2 മാസമല്ല 2 വർഷമായാലും ആ പൈസ കിട്ടൂല. ഇവൻ വഞ്ചകനാണ്, ഇവൻ വഞ്ചിക്കാനാണ് ഈ തൊപ്പിയും ഈ ദാടിയും ഈ നിസ്കാരം തഴമ്പും വെച്ചിരിക്കുന്നത്. ഇവൻ വഞ്ചകനാണ്. പണമില്ല എങ്കിൽ അവനോട് പോയിട്ട് പറയും, ഗതിയില്ല ഇച്ച, പൊരുത്തപ്പെട്ടു തരണം, ആഖിറത്തിൽ എനിക്ക് നിങ്ങളുടെ ഈ ഭാരം ഏറ്റെടുക്കാൻ പറ്റൂല. പക്ഷേ കടം വാങ്ങുമ്പോ സുസ്മേധ വദനനായി ചിരിച്ച് സന്തോഷത്തോടെ വാങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോ, തിരിച്ചു ചോദിക്കുമ്പോ, പടച്ചവനെ ഇതുപോലൊരു ബദ്ധവൈരിയെ ലോകത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ കോലത്തിലാണ് നമ്മുടെ ഇടപാട്. എന്നാലൊന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾ ഒരുപക്ഷെ ഈ സഹോദരനെ വഞ്ചിക്കുന്നവനായിരിക്കാം. നാളെ മഹ്ശറയിൽ എത്തുമ്പോ നിങ്ങളുടെ മുഴുവൻ നമസ്കാരങ്ങളും ഇബാദത്തുകളും ഈ സഹോദരൻ നാളെ വിലക്ക് വാങ്ങുകയാണ്, നാളെ തിരിച്ചെടുക്കുകയാണ്. ദുനിയാവിൽ നീ കൊടുത്ത പണത്തിന്റെ പേരിൽ നിന്റെ നന്മ മുഴുവനും ആ സഹോദരൻ തിരിച്ചെടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളെ റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്. വലിയ വലിയ ബാധ്യതകളുമായി ആഖിറത്തിലേക്ക് കടന്നു വരുന്നവരുണ്ട്. ലാ ഉൽഫിയന്ന അഹദുകും യജീഉ യൗമൽ ഖിയാമ യാ റസൂലല്ലാഹ് അഗ്സ്നി യാ റസൂലല്ലാഹ് അലാ റഖബതിഹി ബഈറുൻ ലഹു റുഖാ. വലിയ ഒട്ടകത്തെ എടുത്ത് തോളിൽ വെച്ചിട്ട്, അതായത് വിലപിടിപ്പുള്ള വലിയ വലിയ സാധനം, ഒട്ടക സമാനമായ വിലപിടിപ്പുള്ള സാധനം, സ്വർണ്ണക്കട്ടികൾ എടുത്ത് തലയിൽ വെച്ചിട്ട് മഹ്ശറയിലേക്ക് വരികയാണ്. ആരുടെ അരികിലേക്ക് അറിയോ? റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ് അഗ്സ്നി യാ റസൂലല്ലാഹ്, ഒന്ന് സഹായിക്കണം നബിയേ, സഹായിക്കണം നബിയേ. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു വിഭാഗം ആളുകൾ നാളെ കടന്നു വരും. അങ്ങനെ ഒരാളെ ഞാൻ നാളെ കണ്ടുമുട്ടാതിരിക്കട്ടെ. ദുനിയാവില് പണം വാങ്ങിയിട്ട് കൊടുക്കാത്തവൻ, ദുനിയാവില് അടിച്ചു മാറ്റിയിട്ട് കൊടുക്കാത്തവൻ, കടയിൽ നിന്ന് പണം മോഷ്ടിച്ച് കൊണ്ടടക്കി കൊടുക്കാത്തവൻ, ദുബായിൽ അറബിയെ കുളിപ്പിച്ച് തീരുമാനായിട്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് നടന്നു വന്നവൻ, എന്റെ പൊന്നു സഹോദര, ആഖിറത്തിൽ ഇതുമായിട്ട് നിൽക്കേണ്ടി വരും. വെറുതെയല്ല, റസൂലുള്ളാഹി നമ്മൾ പറഞ്ഞ വാക്കാണ്. അങ്ങനെയുള്ള വിഭാഗത്തെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും, കേവലം ഒരു 2 രൂപയുടെ മുട്ടുസൂചിയാണെങ്കിൽ പോലും അത് നീ മറ്റുള്ളവന്റെ ഹക്ക്, മറ്റുള്ളവന്റെ ബാധ്യത നീ കൊടുക്കാതെ മടങ്ങിപ്പോയാൽ, മരിച്ചു പോയാൽ, അതുമായി നാളെ ആഖിറത്തിലേക്ക് അതുമായി വരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമാ കാന ലനബിയ്യിൻ അൻ യഗ്ൽ വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ വമാ കാന ലനബിയ്യിൻ അൻ യഗ്ൽ. ഒരു പ്രവാചകനും ആരെയും വഞ്ചിച്ചിട്ടില്ല കേട്ടോ. ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വഞ്ചിക്കപ്പെട്ടവന്റെ സമ്പത്തുമായി യഅതി ബിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരേണ്ടി വരും. അവർ ജനങ്ങളുടെ പച്ച ഇറച്ചി ദുനിയാവിൽ തിന്നവരാണ്. അന്തസ്സും അഭിമാനത്തോടും കൂടി നടന്നവരുടെ അഭിമാനം ദുനിയാവിൽ നശിപ്പിച്ചവരാണ്, അവരെ നാണക്കെടുത്തിയവരാണ്. ഫേസ്ബുക്കിലൂടെ വഞ്ചകനാണ്, ചതിയനാണെന്ന് പറയും. ഒരാളുടെ രഹസ്യം ചോർത്തിയെടുക്കാം. അറിയില്ല, ഇന്ന് മൊബൈല് നമ്മുടെ കയ്യിലിരിക്കും, അറിയില്ല. നമീമത്തൊക്കെ പറഞ്ഞിട്ട് എവിടെ സ്വർഗത്തിൽ എവിടെ കിട്ടും? ആര് തങ്ങള് വന്ന് മയ്യത്ത് നിസ്കരിച്ചാൽ പോലും വല്ല വർഗത്തുണ്ടാവില്ല. തങ്ങൾ വന്ന് മയ്യത്ത് നിസ്കരിച്ചു, വലിയ തങ്ങളാണ് വന്ന സമസ്തയുടെ നേതാവാണ്, സയ്യിദുൽ ഉലമയാണ് എന്റെ മയ്യത്ത് നിസ്കരിപ്പിച്ചത് എന്ന് പറഞ്ഞാലും സമുദായത്തിനോട് നീ ബാധ്യതയുള്ളവനാണോ? ആ ബാധ്യത തീർക്കാതെ നിന്റെ ഖബർ സന്തോഷമാവൂല. വെറുതെ അല്ല ഞാൻ പറഞ്ഞത്.
നബിയുടെ അരികിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് ഉസ്താദ് ചോദിക്കാറില്ലേ ഈ മയ്യത്തിന്റെ അവകാശികൾ ആരാണ്, ഈ മയ്യത്തിന് വല്ല ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ അവകാശികളിൽ നിന്ന് നിങ്ങൾ വാങ്ങണം. അത് പറയാറില്ലേ? മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? എല്ലായിടത്തും ചോദിക്കൂലേ? മയ്യത്ത് മക്കളൊക്കെ ഉണ്ടാ മയ്യത്തിന്റെ? ഉപ്പാക്ക് വല്ല ബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്തു വിടണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ആരെങ്കിലും എന്റെ മകനെ കൊണ്ട് ഉസ്താദ് പറയിപ്പിക്കും, അസ്സലാമു അലൈക്കും, എന്റെ ഉപ്പ മരണപ്പെട്ടു, എന്റെ ഉപ്പാടെ വല്ല കടങ്ങളോ ബാധ്യതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് ഏറ്റെടുക്കാം. ഞങ്ങൾ മക്കളെല്ലാവരും മക്കളും മരുമക്കളൊക്കെ ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഓക്കെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ മയ്യത്ത് കൊണ്ടുവന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ? ഖാലൂ, സ്വഹാബത്ത് പറഞ്ഞു, സലാസതു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ് നബിയേ, 3 ദിനാർ കടക്കാരനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ രണ്ടാമത് ചോദിച്ചു, ഹൽ തറക ശൈആ, ഈ 3 ദിനാർ കടം വീട്ടാൻ ഇദ്ദേഹത്തിന് വല്ല സ്വത്തുണ്ടോ, ജാഗയുണ്ടോ, സമ്പത്ത് വല്ലതുണ്ടോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, നഅം, ഉണ്ട് നബിയേ, സലാസു ദനാനീർ, 3 ദിനാർ കടത്തിന്റെ കടം വീട്ടാനുള്ള സമ്പത്ത് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. സല്ലല്ലാ അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മയ്യത്ത് റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിപ്പിച്ചു. പിന്നീട് ഒരു മയ്യത്ത് കൊണ്ടുവച്ചു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതയുണ്ടോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, സലാസതു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ്. രണ്ടാമത്തെ ചോദ്യം, ഹൽ തറക ശൈആ, ഈ മയ്യത്തിന്റെ ബാധ്യത വീട്ടാൻ വല്ല സമ്പത്തുണ്ടോ? ഖാലു, സഹാബത്ത് പറഞ്ഞു പോയി, ലാ റസൂലല്ലാഹ്, നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, അദ്ദേഹം പാപ്പരാണ്, ഫഖീറാണ് നബിയേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവ്, വിപ്ലവത്തിന്റെ നായകൻ, എല്ലാവരുടെയും അനിഷേധ്യ നേതാവും അധ്യക്ഷനുമായ നമ്മുടെയൊക്കെ ഗുരുബോധനായ കെടാവിളക്കായ റസൂലുള്ളാഹി തങ്ങൾ ആ മയ്യത്ത് നമസ്കരിപ്പിക്കാതെ പിറകോട്ട് മാറുകയാണ്. മദീന പള്ളി വിറയ്ക്കുകയാണ്. സഹാബത്ത് അത്ഭുത പരതന്ത്രരാവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഈ സഹാബിയുടെ മയ്യത്ത് നമസ്കരിപ്പിക്കാതെ റസൂലുള്ളാഹി തങ്ങളെ മാറി നിന്നിട്ട് സഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കണേ, കടക്കാരന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ എന്നെ കൊണ്ട് ആവൂല സഹാബത്തെ, എനിക്കത് ആവൂല സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ മാറിപ്പോകുന്നത് കണ്ടിട്ട് സഹാബാക്കൾക്ക് വല്ലാണ്ട് വെപ്രാളമായി. നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരു സഹാബിയാണ്, നമ്മുടെ നേതാവാണ് ആ മയ്യത്തിനെ അവഗണിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിപ്പിച്ചാൽ ആ മയ്യത്തിന് ആത്മാവിന് മോചനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മള് സഹാബാക്കള് പുച്ഛം പരസ്പരം ചോദിക്കാൻ തുടങ്ങുകയാണ്, ഈ സഹാബിയുടെ കടക്കാരൻ ആരാണ്? ആ മജ്ലിസിൽ ആരുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കടമൊക്കെ എഴുതി വെക്കണം കേട്ടോ. കടങ്ങൾ എഴുതി വെക്കണം. എപ്പോഴാണ് മരണം സംഭവിക്കാന്നറിയില്ല. ഭാര്യ അറിയട്ടെ, ഭർത്താവ് അറിയട്ടെ. നമ്മൾ പേടിച്ചിട്ട് മിണ്ടാണ്ട് കടങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ട് എഴുതി വെക്കാതിരിക്കരുത്. കാരണം മരിച്ചു പോയാൽ ഖബറിൽ റാഹത്ത് കിട്ടൂല. വെറുതെ പറയല്ല ഈ ഹദീസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇൽമു കേൾക്കണം എന്നൊക്കെ പറഞ്ഞത്. വെറുതെ വാള് വെച്ചിട്ട് ബക്കറ്റ് എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. ഇൽമു കേൾക്കണം എന്ന് പറഞ്ഞത് അതിനാണ്, വെറുതെ അല്ല ഇത്. ഞാനിവിടെ പറയുന്നത് വെറുതെ ആ ഹദീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്നോട് നിങ്ങളോട് നമ്മൾ മരിച്ചു പോകുമ്പോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തന്നേക്കാം. പക്ഷെ മറ്റുള്ളവന്റെ ബാധ്യത അള്ളാഹ് പൊറുക്കൂല. ഗീബത്ത് അള്ളാഹ് പൊറുക്കൂല. അത് നമ്മൾ തന്നെ തീർത്തിട്ട് പോകണം. അതിനാണ് ഗീബത്ത് പറയരുതെന്ന് പറഞ്ഞത്. അത് നമ്മൾ തന്നെ ഇവിടെ വെച്ച് എല്ലാം ഡിലീറ്റ് ആക്കി ക്ലിയർ ചാറ്റ് ആക്കിയിട്ട് പോകണം. അതിനാണ് അള്ളാഹു ഉംറ വെച്ചത്, അതിനാണ് അള്ളാഹു ഹജ്ജ് വെച്ചത്. എന്തിന്? അങ്ങോട്ടേക്ക് പോകുമ്പോ എങ്കിലും ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയിക്കോ, സന്തോഷമായിട്ട് പോയിക്കോ.
അല്ലാതെ കണ്ട് മരിച്ചു പോകരുത്, പ്ലീസ്. വെറുതെ പറയല്ല. ഖബർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. സഅദ് ഇബ്നു മുആദിന്റെ സംഭവം കേട്ടില്ലേ? സഅദ് ഇബ്നു മുആദ് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ, റസൂലുള്ളാഹി തങ്ങളുടെ മകളുടെ ഖബർ പോലും, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പൊന്നുമോള് ഖബർ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ ഞെരുക്കിയത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് കൊണ്ട് അടക്കിയിട്ട് മാറി നിന്ന് പെട്ടെന്ന് മുഖം വിവരണമായി. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം വിവരണമായി പോയി. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്ത് നോക്കുമ്പോ റഅയ്നാ വജ്ഹക തറബ്ബുദൻ ആനിഫാ. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്ത് മുഖത്തേക്ക് നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം വിവരണമാവുകയാണ്. പിന്നീട് പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് നബിയെ അങ്ങയുടെ മുഖം വിവരണമായത് ഞങ്ങൾ കണ്ടു? അവിടുത്തെ മകൾ മരണപ്പെട്ടതിന്റെ ദുഃഖമാണോ, പ്രയാസമാണോ, വിഷമമാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല സ്വഹാബത്തേ, ഇല്ല ഇല്ല. ലഖദ് ദക്കർതു ഇബ്നതി വദുഅഫഹാ വഅദാബൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ ഓർത്തുപോയി. ചിന്തിക്കണം നമ്മൾ കേട്ടോ. നമ്മളൊക്കെ ആരുടെങ്കിലും മയ്യത്തൊക്കെ കൊണ്ട് അടക്കിയിട്ട് അവിടെ നിന്ന് ഈസി ആയിട്ട് ഓടി തിരിച്ചു വന്ന് വെള്ളവും കുടിച്ച് പഴവും തിന്നിട്ട് വരല്ലേ? അവിടെ നിൽക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോടെ മയ്യത്തടക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സഹാബത്തിനോട്, ലഖദ് ദക്കർതു ഇബ്നതി വൽഉഫഹാ വഅദാബൽ ഖബർ. എൻ്റെ മോള്, അവള് ബലഹീനയാണ്, പാവമാണ്. എൻ്റെ മകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ മകളുടെ ന്യൂനതകളെ കുറിച്ച് ചിന്തിച്ചു പോയി. എൻ്റെ മകളുടെ ബലഹീനതയെ കുറിച്ച് ചിന്തിച്ചു പോയി. അഹ്ലു ബൈത്തിന്റെ മോളാണ്, ലോകത്തിന്റെ നേതാവിന്റെ മോളാണ്, വിപ്ലവ നായകന്റെ മകളാണ്. ചിന്തിക്കണം, എന്റെയോ നിങ്ങളുടെയോ മകളല്ല. നമ്മളൊക്കെ സാധാരണക്കാർ. ഹബീബായ തങ്ങൾ ഒരു സാധാരണക്കാരനാണോ? ആ ഹബീബായ തങ്ങളുടെ പൊന്നുമോളാണ്. ആ പൊന്നുമോളുടെ മയ്യത്ത് ഖബറിലേക്ക് റസൂലുള്ളാഹിയാണ് ഇറക്കി വെച്ചത്. റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിൽ കാണുകയാണ്. ആ റസൂൽ പറഞ്ഞു, ഐമുല്ലാഹ്, ഞാൻ ആണയിട്ട് പറയുന്ന സ്വഹാബത്തെ, ലഖദ് ഉമ്മത്തു അമ്മാ, ആ ഖബർ വല്ലാണ്ട് അവളെ ഞെരുക്കി കളഞ്ഞു സഹാബ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിഷമായി പോയി. എന്റെ പൊന്നുമോളുടെ ഖബർ ഞെരുക്കുകയാണ്. ഉടനെ നബി തങ്ങൾ ദുആ ചെയ്തു, ഫദഅഉതുല്ലാഹ, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഹത്താ ഫറജല്ലാഹു അൻഹാ. അപ്പോൾ അവളെ ആ ഖബർ വെറുതെ വിട്ടു സഹാബത്തെ. അപ്പോഴാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ സന്തോഷം കണ്ടത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഖബറിന്റെ അദാബ് നീ ദൂരീകരിക്കണേ പടച്ചവനെ. ഇടപാടുകൾ മൊത്തം തീർത്ത് ജനങ്ങളോട് പൊരുത്തം വാങ്ങി സന്തോഷത്തോടുകൂടി ഖബറിലേക്ക് പോകാൻ അവസരം ഒരുക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അഹിലൻ വസഹിലാ എന്ന് വിളിക്കപ്പെടുന്ന ഖബറാക്കണേ റബ്ബേ. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് റസൂൽ തങ്ങൾ ഖബർ കണ്ടിട്ട് പോലും കരഞ്ഞത്. നമുക്കവിടെ കരച്ചിൽ വരാനാണ്. എത്ര മയ്യത്ത് നമ്മൾ അടക്കുന്നു ആ ഖബർ. അല്ലാഹുവേ, എന്റെ ഉപ്പ ഇന്നലെ കിടന്ന 6000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ, 10000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ, 5 കോടിയുടെ വീട്ടിലാണ് എന്റെ ഉപ്പ ഇന്നലെ കിടന്നത്. സുബ്ഹാന റബ്ബി, ഇന്ന് എന്റെ ഉപ്പയുടെ റൂഹ് പോയപ്പോ ഉപ്പ കിടക്കുന്നത് 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തില്. കോടാന കോടി കൊണ്ട് അമ്മാനമാടിയ എന്റെ ഉപ്പിച്ച കിടക്കുന്ന ഖബറിന് എന്ത് വിലയായുള്ളത്? 50,000 രൂപ പോലും വിലയില്ലാത്ത ആ ഖബറിന്റെ ഉള്ളിലാണ് ഈ പൊന്നുപ്പാന്റെ 100 കോടിയുടെ ഉടമയുടെ ഖബർ കൊണ്ട് മയ്യത്ത് കൊണ്ടുവെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്, എന്റെ മകളുടെ ബലഹീനത ഓർത്ത് ഞാൻ കരഞ്ഞുപോയി സഹാബത്തെ. പിന്നീട് ദുആ ചെയ്തപ്പോ അല്ലാഹു ഖബർ സന്തോഷിപ്പിച്ചു. അപ്പോഴാണ് എന്റെ മുഖത്തും ഒരു സന്തോഷം. അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ സ്വഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാതെ പുറകോട്ട് മാറി നിന്നത് എനിക്ക് കടക്കാരന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റൂല.
അതുകൊണ്ടനെ ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ പേര് അബൂ ഖതാദ എന്നാണ്. അബൂ ഖതാദ എന്ന ഒരു സ്വഹാബി, മനുഷ്യ സ്നേഹിയായ സ്വഹാബി, ആ സദസ്സിന്റെ പുറകുഭാഗത്ത് നിന്ന് മുന്നോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പോകരുത് കേട്ടോ, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ് വഅലയ്യ ദൈനു. നബിയെ പോകരുത്, നബിയെ പോകരുത്, ഞങ്ങളുടെ ചങ്കാണ്, കരളിന്റെ കാതലാണ്, ഞങ്ങളുടെ സ്വഹാബിയാണ്, ഞങ്ങളുടെ ഉറ്റമിത്രമാണ്, ഞങ്ങളുടെ കൂട്ടുകാരനാണ്, ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്, സഹയാത്രികനാണ്. ആ സ്വഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാതെ നബിയെ അങ്ങ് വിട്ടിട്ട് പോകരുത് കേട്ടോ. റസൂലുള്ളാഹി തങ്ങളോട് ആ സ്വഹാബി കരഞ്ഞിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു നബിയേ. ചിന്തിക്കണം, നമ്മുടെയൊക്കെ ഇസ്ലാം സാധു സംരക്ഷണമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ടവൻ കടക്കാരനായിട്ടുണ്ടെങ്കിൽ ആ വാപ്പാന്റെ കടം നിങ്ങൾ പിരിച്ചിട്ട് ആ കടം തീർത്തു കൊടുക്കണം, കടം തീർത്തു കൊടുക്കണം. ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയി, ഒരു പാവപ്പെട്ട പെണ്ണാണ് ഭാര്യ, അവക്ക് 2-3 മക്കളുണ്ട്, അവൾ പോറ്റാൻ നിവർത്തിയില്ല. ആ ഭർത്താവിന് ഒരു 50,000 രൂപ കടയുണ്ട്. എന്റെ പൊന്നു സഹോദര, ആ ഭർത്താവിന്റെ ഖബർ സ്വർഗ്ഗമാകണമെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ കടവൊന്നും ഏറ്റവും വലിയ നന്മ കൽബിലേക്ക് സന്തോഷം ഇറങ്ങി കൊടുക്കലാണ്. ഏറ്റവും വലിയ സ്വതക്ക ഏതാണ്? ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ്? تنفيس قربتي وإشباع جوعتي. ഒരാളുടെ വിഷമം മാറ്റി കൊടുക്കലാണ്, ഒരാളുടെ പ്രയാസം മാറ്റി കൊടുക്കലാണ്, ഒരാളുടെ വിഷം അകറ്റി കൊടുക്കലാണ്, ഒരാളുടെ കടം ഇടപാടുകൾ വീട്ടി കൊടുക്കലാണ് ഏറ്റവും വലിയ സ്വതക്ക എന്ന് റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട യഹ്യ അബൂ സഅദ് റളിയല്ലാഹു തആല ഹദീസ് ക്രോഡീകരിച്ച് എഴുതിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട അലി മക്കളും ആരുമില്ല, ആരെ സഹായിക്കാനാണ്? ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എല്ലാവരും സഹായിച്ചു. പക്ഷെ കടക്കാരൻ 3 ലക്ഷം കടക്കാരൻ. ആ കടമിടപാട് കൂടി നമ്മൾ വീട്ടണം. അതിന്റെ മാതൃകയാണിത്. സഹാബിയുടെ കടം മറ്റൊരു സഹാബി ഏറ്റെടുത്തു. ഞാൻ വീട്ടാം, ഞാൻ റെഡിയാണ് നബിയെ, ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. നമസ്കരിക്കണം നബിയെ, നമസ്കരിക്കണം. 7 ലക്ഷം നമ്മുടെ ജോലിയല്ലേ എന്നൊക്കെ പേര് വെച്ചിട്ട് സ്കീമാരെ സഹായിക്കുന്നവരാണ് എന്ന് നമ്മൾ പേര് വെച്ചുകൊണ്ട് മാത്രമാവില്ല. വീടില്ലാത്തവരാരും നമ്മുടെ മക്കളുണ്ട്, പഠിക്കാൻ യോഗ്യരായ ബുദ്ധിയുള്ള കഴിവുള്ള മക്കളുണ്ട്. ആ മക്കളെ പഠിപ്പിക്കാൻ ആ ഉമ്മാന്റെ കയ്യിൽ പണമില്ല. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ നോക്കുമ്പോൾ നല്ല പർദ്ദയിട്ടൊക്കെ പെണ്ണുങ്ങളൊക്കെ നടക്കും. നോക്കുമ്പോൾ നല്ല പെണ്ണ്, ചില ബൈക്ക് ഉണ്ടാവും, ബൈക്കുണ്ട് എന്ന് കരുതിയിട്ട് ഓളെ തിരിഞ്ഞു നോക്കാതിരിക്കല്ല. ബൈക്കൊക്കെ ഉണ്ടാവും, പണം ഉണ്ടാവും, പിന്നെ നല്ല പർദ്ദയും നല്ല സെറ്റപ്പിലൊക്കെ നടക്കും. പക്ഷെ അവരുടെ വീടൊന്ന് അന്വേഷിക്കണം, പുറയിൽ നിങ്ങൾ അന്വേഷിക്കണം. ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, നല്ലതൊന്നും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഉണ്ടായിരിക്കും. കാരണം വെളിയിൽ ആ പത്രാസിലാണ് ജീവിച്ചത്. വെളിയിൽ ആ പത്രാസിൽ ജീവിച്ചതുകൊണ്ട് ആ പത്രാസ് ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ പുറയിൽ കുട്ടികൾ പട്ടിണിയാണ്. ഒരു ഷവർമ തിന്നാൻ, ഒരു ഷവ്വായ കഴിക്കാൻ കേഴുന്ന കുട്ടികൾ, കരയുന്ന കുട്ടികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉമ്മ, ഒരു സഹോദരി ഫോൺ വിളിക്കുമ്പോ കുട്ടികൾ കിടന്ന് കരയുന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഷവർമ എന്തോ തിന്നണം, വാപ്പ മരിച്ചുപോയി. അപ്പൊ ആ തള്ള പറഞ്ഞു, വാപ്പ ഇരുന്ന സമയത്ത് നീയൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചതാണ്, ഇപ്പൊ നീ മിണ്ടരുത്, അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾക്ക് പറയാനും മടി, എനിക്കൊരു കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ എനിക്കത് ഒരു ഷവർമ വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല എന്ന് പറയാൻ അവർക്കൊരു മടി, അഭിമാനം. ആ കുട്ടികൾക്ക് എന്താ അറിയും? കുട്ടികൾക്ക് വാപ്പ മരിച്ചുപോയി, ഉമ്മാന്റെ പൈസ ഉണ്ടാവുന്നൊക്കെ അവര് എല്ലാരും ഷവർമ കഴിക്കുന്നു. അവൾക്കൊരു ഷവർമ ചോദ്യം അന്വേഷിക്കുകയാണ്. പക്ഷെ വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ല, പൈസ ഇല്ല. നമ്മൾ ചിന്തിക്കണം. അപ്പൊ അവര് പറഞ്ഞൊരു വാക്കുതാണ്, ആപ്പ ഉപ്പ ഉള്ളപ്പോ നീയൊക്കെ നല്ലപോലെ തിന്നില്ലേ, നല്ലപോലെ സൂചിച്ചില്ലേ, ഇനിയൊക്കെ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വാക്ക് കേൾക്കരുത്, കേൾക്കാൻ പാടില്ല. ജ്യേഷ്ഠൻ മരിച്ചുപോയി, അനുജന്റെ മക്കളെ അവരെ അനുജൻ മക്കളെ സഹായിക്കട്ടെ. അനുജൻ മരിച്ചുപോയി, അനുജന്റെ മക്കളെയും ഭാര്യയും കുടുംബത്തെയും ജ്യേഷ്ഠന്റെ മക്കളെ ജ്യേഷ്ഠനെ സഹായിക്കട്ടെ. ഉപ്പ ഇല്ല എന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ. മക്കളെ നീ വിഷമിക്കരുത്, നീ ചിരിക്കണം, നീ
ജീവിച്ചിരിക്കണം. ഇംസഹ് റഅസൽ യതീം വഅത്ഇമിൽ മിസ്കീൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. ഫശകാ ഖസ്വത ഖൽബിഹി. ഫശകാ ഖസ്വത ഖൽബിഹി. നബിയേ, എനിക്കാരോടും ഒരു ദയ ഉണ്ടാകുന്നില്ല, എനിക്കാരോടും ഒരു ഉദാരതയില്ല, ആരോടും എനിക്ക് കരുണയില്ല നബിയേ. എന്റെ ഹൃദയം കടുത്തുപോയി നബിയേ, എന്റെ ഹൃദയം കടുത്തുപോയി റസൂലേ. അതിന് പരിഹാരം എന്താണ്? പരിഹാരം എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഇംസഹ് റഅസൽ യതീം വഅത്ഇമിൽ മിസ്കീൻ. നിന്റെ നാട്ടിലുള്ള യതീമായ മക്കളുണ്ടോ എന്ന് നോക്കണേ. നിന്റെ നാട്ടിൽ യതീമായ മക്കളെ ഒന്ന് പോയി കാണണേ. ആ മക്കളുടെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം, തലമുടി ചീകി കൊടുക്കണം, തലയൊന്ന് തലോടണം കേട്ടോ. ആ നെറുകന്തലയിൽ നീ ഒന്ന് ചുംബിക്കണം, ഒരു ഉമ്മ വെക്കണം. ആ കുട്ടികളെ നീ ഒന്ന് ചിരിപ്പിക്കണം. വഅത്ഇമിൽ മിസ്കീൻ. ഷവർമ, ഷവായ, അൽഫഹം ചോദിക്കുന്നവർക്ക് നീ അതൊന്ന് വാങ്ങിക്കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കണേ. ഇതാണ് ഏറ്റവും വലിയ സ്വതക്കയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കൽബിന്റെ ആ കസാവത്ത് മാറാൻ അതൊക്കെ ഒരു കാരണമാണ്. കട്ടി ഹൃദയങ്ങളൊക്കെ മാറാൻ അതൊക്കെ ഒരു കാരണം. അതൊക്കെ അല്ലേ നുസ്രത്തുൽ മസാകിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് കടങ്ങൾ ഇസ്ലാം, നുസ്രത്തുൽ ഇസ്ലാം ആവുമ്പോൾ ഇസ്ലാമിനെ മൊത്തം സഹായിക്കണം. മറ്റേത് മിസ്കിന്മാരെ നുസ്രത്തുൽ മസാകിൻ ആവുമ്പോൾ മിസ്കിന്മാരെ മാത്രം സഹായിച്ചാൽ മതി. നുസ്രത്തുൽ ഇസ്ലാമിന്റെ മൊത്തം സഹായികളായി. മനസ്സിലായില്ല? അപ്പൊ ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു നബിയെ. ഒരാൾ ഏറ്റെടുത്തപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ മയ്യത്ത് നബി തങ്ങൾ നിസ്കരിപ്പിച്ചു. ആള് ഏറ്റെടുത്തല്ലോ, ഒരാൾ ഏറ്റെടുത്തു. ആ കട ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഒരാൾ ഏറ്റെടുത്തു. ഇനി നമ്മുടെ പോയിന്റ് എന്തെന്നറിയാം? അതാണ് ചിന്തിക്കേണ്ടത്. പിറ്റേ ദിവസം ആ സ്വഹാബിയെ റസൂലുള്ളാഹി അങ്ങാടിയിൽ വെച്ച് കണ്ടു. അവിടെയാണ് ചിന്തിക്കേണ്ടത്. പിറ്റേ ദിവസം ആ സ്വഹാബിയെ റസൂലുള്ളാഹി തങ്ങൾ അങ്ങാടിയിൽ വെച്ച് കണ്ടു. അല്ല ഹബീബേ, അല്ല സഹോദര, നീ ഇന്നലെ ആ മയ്യത്ത് ആ നിസ്കാര സമയത്ത് ആ പള്ളിയിൽ വന്നിട്ട് ആ കട ഞാൻ വീട്ടിൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് ആ സഹോദരന്റെ കടം നീ വീട്ടിയോ? ആ സഹോദരന്റെ കടം വീട്ടിയോ? യാ റസൂലല്ലാഹ്, മറന്നുപോയി നബിയേ, മറന്നുപോയി റസൂലേ. ഇപ്പോൾ വീട്ടിലിട്ട് വരാ നബിയെ, ഇപ്പോൾ വീട്ടിലിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബി ഓടുകയാണ്. ആ കടം കൊടുത്ത വ്യക്തിയെ കണ്ടുപിടിക്കുകയാണ്. ആ വ്യക്തിക്ക് 3 ദിർഹം കൊടുത്തിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് മടങ്ങി വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ആ കടം ഞാൻ വീട്ടി ഹബീബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, അതാണ് പോയിന്റ്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മളെ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവരെ കടക്കാരനാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. 1 രൂപ പോലും കടക്കാരനാക്കി മരിപ്പിക്കല്ലേ പടച്ചവനെ. കടമില്ലാത്ത നിലയിൽ ഈ സൃഷ്ടികളോട് ഒരു ബാധ്യതകളുമില്ലാത്ത നിലയിൽ അല്ലാഹുവേ, നിന്നോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ നോക്കിയിട്ട് പറഞ്ഞു, ഫൽ ആന ബറദത് അലൈഹിന്നാർ. ഇപ്പോഴാണ് ആ ഖബറിലെ തീയണഞ്ഞത് സഹാബത്തെ. മനസ്സിലായോ വൈദ്യരെ? മനസ്സിലായോ?
ഇപ്പോഴാണ് ആ ഖബറിലെ തീയണഞ്ഞത്. സഹാബാക്കളാണ് മഅ്മൂമായിട്ട് നിന്നത്, ഇമാമായിട്ട് നിന്നത് നബിതങ്ങളാണ്. മദീന പള്ളിയാണ്, ആ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയാണ്. നബിയും സഹാബാക്കളും നിന്ന സ്ഥലമാണ്. അവരാണ് നമസ്കരിപ്പിച്ചത്. ചിന്തിച്ചു നോക്കണേ, ആ ജന്നത്തുൽ ബഖീഇലാണ് കൊണ്ട് അടക്കം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ്, ഫൽആന ബറദത അലൈഹിന്നാ. ഇപ്പോഴാണ് ആ ഖബറിലെ തീ അണഞ്ഞതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിനാണ് മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദന്മാര് പറയുന്നത്, വാപ്പാന്റെ കടമിടപാടുണ്ടെങ്കിൽ തീർക്കണേ മക്കളെ. എന്റെ പൊന്നു വാപ്പ, ഇന്നത്തെ കാലം മോശമാണ് കേട്ടോ. എന്റെ മാതാപിതാക്കളോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട്, എന്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, പൂർവികരായ മുൻഗാമികൾ ഒരു ബാധ്യതകൾ ബാക്കി വെച്ചിട്ടല്ല പോയത്. അവരുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചവരാണ്. അന്ന് വലിയ വലിയ ബാങ്ക് ലോണോ വലിയ വലിയ പുരകളോ വലിയ വലിയ വണ്ടികളൊന്നുമില്ല. ഇന്ന് നമ്മൾ എടുത്തതിനും തൊട്ടതിനും എല്ലാം ബാങ്ക് ലോണാണ്. ഈ ബാങ്ക് ലോണുമായി നമ്മൾ ഖബറിലേക്ക് പോകരുത് കേട്ടോ. ആ ബാങ്ക് ലോൺ അടയ്ക്കാൻ, ആ കടമിടപാട് തീർക്കാൻ പിൽക്കാലത്ത് വരുന്നവർ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. 100 കോടി, 10 കോടി, 5 കോടി, 2 കോടി, 1.5 കോടി, 1 കോടി, 50 ലക്ഷം, 25 ലക്ഷം, ഇതൊക്കെ നമ്മൾ കടമെടുത്തിട്ട് അതിന്റെ ബാധ്യത ബാക്കിയാക്കി വെച്ച് നമ്മൾ മരിച്ചു പോയാൽ ആ ഇടപാട് തീർക്കാത്തിടത്തോളം കാലം ഖബറിൽ സ്വസ്ഥതയുണ്ടാകുമോ എന്ന് അല്ലാഹു അലം. പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് കട ഉണ്ടാക്കി വെക്കുന്നത്. കടം അല്ലാഹു പുറത്തു തരൂല. ഒരുപക്ഷേ നീ ഒരു തെറ്റ് ചെയ്തു, നീ വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു, അത് പൊരുത്തം ചോദിച്ചു, സംഭവിച്ചു. അത് ആരോടുമുള്ള ബാധ്യതയല്ല, അല്ലാഹുമായിട്ടുള്ള ബാധ്യതയാണ്. അല്ലാഹു അത് നിനക്ക് പുറത്തു തന്നേക്കാം. നീ പൊട്ടിക്കരഞ്ഞ റബ്ബിനോട്, റബ്ബേ സംഭവിച്ചു പോയതാണ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താല് പൊരുത്തം തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ പടച്ചവൻ അത് പൊറത്തു തരും. പക്ഷേ മറ്റൊരാളുടെ ബാധ്യത 10,000 രൂപ വാങ്ങിയിട്ട് അവന്റെ വേണ്ടി റബ്ബേ നീ പൊരുത്തം തരണേ എന്ന് ചോദിച്ചാല് അത് കിട്ടൂല സഹോദര, കിട്ടൂല. അതൊരു സ്വഹാബിയാണെങ്കിൽ പോലും. കണ്ടോ, ഇവിടെയാണ് ഒരു പോയിന്റ്. ഒരു സ്വഹാബിയാണ് ഷഹീദ്. ഷഹീദുകൾക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. യുഗ്ഫറുൽ ഷഹീദ് കുല്ലു ദൻബിൻ ഇല്ല ദൈൻ. ശുഹദാക്കൾക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. ശുഹദാക്കളുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ല ദൈൻ, കടമൊഴിച്ച് ബാധ്യതകളുള്ളവരുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബൈനസ് സമാഇ വൽ അർദ്. ഒരാത്മാവ്, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ ആത്മാവ് ആകാശ ഭൂമികൾക്കിടയിൽ തങ്ങി നിൽക്കുമത്രേ, കൊളുത്തപ്പെട്ടിരിക്കും. അവന്റെ ഇടപാട് എപ്പോഴാണോ തീർക്കുന്നത് അതുവരേക്കും ആ ആത്മാവിന് ശാന്തിയില്ലാതെ നിൽക്കുമത്രേ. അതുകൊണ്ടാണ് ഈ പറയുന്നത്, കടം ബാക്കിയാക്കിയിട്ട് മരിക്കല്ലേ. കൂടുതൽ കടം വാങ്ങാൻ നിൽക്കണ്ട, കൂടുതൽ ലോൺ എടുക്കാൻ നിൽക്കണ്ട. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്ക്. ആരുടെ മുന്നിൽ പത്രാസ് കാണിക്കാൻ നിൽക്കണ്ട. എന്തിനാണ് പത്രാസ്? വലിയ പത്രാസ് കാണിച്ചവനാണ് ഖാറൂൻ, അല്ലാഹു അവനെ ഇടിച്ചു താഴ്ത്തിയില്ലേ. ഹാമാൻ വലിയ പത്രാസ് കാണിച്ചവനാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് വലിയ പത്രാസ് കാണിച്ചവനാണ്. ഫറോവ വലിയ പത്രാസ് കാണിച്ചവനാണ്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ഞാനാണ് ഉന്നതനായ ദൈവം. എന്റെ കാലിന്റെ അടിയിലൂടെയാണ് ഈ നൈൽ നദി പോലും പുളഞ്ഞൊഴുകുന്നത് എന്ന് പറഞ്ഞ ആ ഫറോവയെ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിൽ ഇടിച്ചു താഴ്ത്തിയില്ലേ. ഫഖീറായ റസൂലുള്ളാഹി തങ്ങൾ ഒന്നുമില്ലാതെ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയില്ലേ. പൊന്നുമോള് ഫാത്തിമയുടെ കയ്യിൽ ഒരു വള കിടക്കുന്നത് കണ്ടിട്ട് റസൂൽ പറഞ്ഞു, മോളെ ഇത് നമുക്ക് വേണ്ട പൊന്നുമോളെ, ഇത് സാദിഖക്ക് കൊടുക്കുമോളെ. كان رسول الله صلى الله عليه وسلم يبيت الليالي المتتابعة طاويا هو واهله لا يجدون عشاء. رسول الله صلى الله عليه وسلم തങ്ങൾ രാത്രി ഭക്ഷണം കിട്ടാതെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പ്രസംഗിക്കാൻ മാത്രമേ നമുക്കറിയുള്ളൂ. പടച്ചവനെ പ്രവർത്തിക്കാൻ അറിയില്ല. പൊരുത്തം തരണേ അല്ലാഹ്, പൊരുത്തം തരണേ അല്ലാഹ്, പൊരുത്തം തരണേ അല്ലാഹ്. വയറ് നിറച്ച് തിന്നിട്ട്
തിന്നിട്ട് വന്നിരുന്നിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. പടച്ചവനെ സഹിക്കുന്നില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബീതുൽ ലയാലിയൽ മുതതാബിഅ താവിയൻ ഹുവ വഅഹ്ലുഹു ലാ യജിദൂന അശാഅ. രാത്രി ഭക്ഷണം കഴിക്കാനില്ലാതെ റസൂലുള്ളാഹി തങ്ങളും കുടുംബവും വയറുവേദന എടുത്തിട്ട് വയറ് ചുരുട്ടി വെച്ചിട്ട് എത്രയോ രാത്രി ഉറങ്ങിയിരുന്നു എന്ന് സ്വഹാബാക്കൾ പറയുന്നു. റസൂലുള്ളാഹിന്റെ പട്ടിണി, റസൂലുള്ളാഹിന്റെ വയറുവേദന എടുത്തിട്ട് പയിച്ചിട്ട് വയറുവേദന എടുത്തിട്ട് തിന്നാനില്ല, കഴിക്കാനില്ല. താവിയൻ ഹുവ വഅഹ്ലുഹു, നബിയും അവിടുത്തെ കുടുംബവും വയറ് ചുരുട്ടി വെച്ച് യബീതുൽ ലയാലിയൽ മുതതാബിഅ, തുടർച്ചയായ രാവെന്ന് പറഞ്ഞത്. യബീതുൽ ലയാലിയൽ മുതതാബിഅ. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മള് ഹമീദിന്റെ പുരയിൽ നമ്മൾ എത്ര നല്ല ഭക്ഷണമാണ് കഴിച്ചത്. സുജൂദിൽ കിടക്കുന്ന കോഴി, റുക്കൂല് നിൽക്കുന്ന കോഴി, എഴുത്തിദാലിലുള്ള കോഴി, പടച്ചറബ്, ഏതെല്ലാം രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അതാണ് യോഗ്യതയില്ല. പ്രസംഗം മാത്രമേ ഉള്ളൂ, പൊരുത്തപ്പെടണം, യോഗ്യതയില്ല. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിഭവ സമൃദ്ധം, വലിയ മീന്, പടച്ചവനെ പൊരിച്ചത്, 65, ബിരിയാണി, നെയ്പ്പത്തല്, കലത്തപ്പം, പുഡിങ്, ഇതൊക്കെ തിന്നിട്ടാണ് റസൂലുള്ള പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. റസൂലുള്ള പട്ടിണി കിടക്കുന്നത് പറയുന്ന ആലോചിച്ചേക്ക്. നമുക്കൊന്നും അർഹതയില്ല. ഇതൊക്കെ വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞു പോവാല്ല. ഗതിയില്ലാതെ പറയാതെ പുറത്തിറങ്ങി പാതിരാത്രി നിങ്ങൾ വാ, കാസർഗോഡേക്ക് വാ. കാസർഗോഡിന്റെ തെരുവീതികളിലൂടെയുള്ള കടകളിൽ നമ്മുടെ പെണ്ണുങ്ങന്മാരടക്കം കൊച്ചവനെ പാതിരാ സമയത്ത് 12 മണിക്ക് കോഴിക്കാല് വലിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. പെണ്ണുങ്ങന്മാര്, ആണുങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു യാത്ര ചെയ്ത് പോകുന്നു വരുന്നെന്ന് കഴിയാം. ഈ ഫാമിലീസ് ഫുള്ള് പടച്ചിറപ്പ. ഇന്നലെ ഒരു ഹോട്ടലിൽ വിശന്നിട്ട് ഞാൻ ക്യൂ നിന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൊത്തം നമ്മുടെ കൗമില് പെണ്ണുങ്ങള്, നമ്മുടെ കൗമില്. ഞാൻ ആലോചിച്ചു, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വരുന്ന തെക്കൻ കേരളത്തിലേക്ക് പെണ്ണുങ്ങന്മാരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറക്കില്ല. രാത്രിയൊന്നും ഈ കടകളിലൊന്നും തുമ്മാനൊന്നും പോകാൻ. ഇപ്പൊ കുറെ ഫാഷൻ ലേഡികൾ ഇറങ്ങും എന്നുള്ളതല്ലാതെ ഈ പാരമ്പര്യമായിട്ട് കുടുംബത്തിലുള്ളവർ പോകണം, അവരൊക്കെ പോകണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഈ 12 മണിക്ക് 3 മണിക്ക് ഒരു ദിവസം ബാധ കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ ഒരു കടയിൽ കയറിയപ്പോ പെണ്ണുങ്ങന്മാര് സുബ്ഹാന റബ്ബി. ഞാൻ ചോദിച്ചത് എന്തപ്പോ ഇത്, അല്ല സിനിമ ടാക്കീസ് തുറന്നു വിട്ടോ? ഇതിപ്പോ ഈ സമയത്ത് പെണ്ണുങ്ങൾ റെയിൽവേ ഗേറ്റ് തുറന്നതുപോലെ എല്ലാം നമ്മൾ ചാടി തിന്നൊന്ന് തീറ്റിന്ന് പറഞ്ഞ കാടമുട്ടയൊക്കെ 7 ഒറ്റയടി കടിക്കും. ഞാൻ തൊപ്പിയെല്ലാം മാറ്റിയിട്ടാ പോകുന്നത്. ഞാൻ ഈ കോളേജിൽ പോകില്ല, അറിയാമല്ലോ എങ്ങനെ പോയാലും. പുറത്ത് മാറി നോക്കും, എണ്ണ എടുക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടിക്കുക ഓരോരുത്തർ. കോഴിമുട്ട എല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കാടമുട്ട, കാടക്കോഴി, 1000 കോഴിക്ക് അരക്കാട് ചായ കാട്ടിത്തരാം. എന്നിട്ട് പോവാണ് രാത്രി. എന്താ തീറ്റി എന്റെ പടച്ചോനെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മ വരും. എന്റെ ഉമ്മത്തുകൾ ഇത് തന്നെ ജോലി. രാത്രിയൊക്കെ തിന്നും കുടിച്ചൊക്കെ അടിച്ചു പൊളിച്ച് കഴിയല്ല തന്നെയാണ്. തിന്നോളിയും കുടിച്ചോളിയും എല്ലാം ആവശ്യത്തിനകം. ഈ പാതിരാ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കും. നമ്മുടെ പെൺമക്കളൊക്കെ ഒന്ന്, പെൺകുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളെ ഒന്നും കൊണ്ട്, എല്ലാത്തും കൊച്ചു കുട്ടികളെയും കൊണ്ട് രാത്രി ഇറങ്ങരുത്. ഹദീസ് ഞാൻ ഓതി തരാം കേട്ടോ. ഓതിരിമാരൊന്ന് കേട്ടോ. ഖമ്മിറുല്ലാനിയ വഅഖുൽ അസ്ഖിയ വഅജീഫുൽ അബ്വാബ് വഅഖ്ഫിതു സിബിയാനകും ഇൻദൽ മസാ വഅത്ഫിഉൽ മസാബിഹ ഇൻദർ റുഖാദ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖമ്മിറുൽ ആനിയ, രാത്രി സമയത്ത് പാത്രമൊക്കെ നിങ്ങൾ അടച്ചു വെക്കണം, മൂടി വെക്കണം. എപ്പോഴും പാത്രം മൂടി വെക്കണം എന്ന് റസൂലുള്ളാഹി. ഇതൊക്കെ അറിയില്ല ഞങ്ങൾക്ക്, റസൂലുള്ളാഹി പറയണോ? അതാ ഞാൻ തുടങ്ങിയത്. കക്കൂസി പോകുന്നത് വരെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മേഖല പോലും റസൂലുള്ളാഹി തങ്ങളുടെ പാഠമില്ലാത്ത ഒരു മേഖലയുമില്ല. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ കൃഷിയിടങ്ങളിൽ വേലി കെട്ടട്ടെ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അൻതും അഅലമു ബി ഉമൂരി ദുനിയാകും. അതൊക്കെ നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ വേലി കെട്ടുകയോ അവിടെ നിങ്ങൾ ഗ്രില്ലടിക്കുകയോ അതൊക്കെ നിങ്ങൾ ദീനിന്റെ കാര്യം എന്നോട് ചോദിക്കണം. ദീനിന്റെ കാര്യം എന്നോട് ചോദിക്കണം.
അങ്ങനെ തിന്നണം, എങ്ങനെ കുടിക്കണം, അങ്ങനെ ബാത്റൂമിൽ പോകണം, എങ്ങനെ ഒന്നു കൊടുക്കണം, എങ്ങനെ നിസ്കരിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. അതുപോലെ എങ്ങനെ കല്യാണം കഴിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നടക്കുന്ന കല്യാണം റസൂൽ പഠിപ്പിച്ച കല്യാണമൊന്നുമല്ല. അതൊക്കെ പറഞ്ഞാൽ കുറെ കൂടും, പറഞ്ഞിട്ട് വലിയ ഫായിദ ഒന്നുമില്ല, പിന്നെ പറയാം എന്നുള്ളതല്ലാതെ മാഫി ഫായിദ. 10 വർഷമായിട്ട് പറഞ്ഞിട്ട് ഒരു പരിചയമുള്ള ഒരു സഹോദരന്റെ കല്യാണത്തിന് പോലും ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരന്റെ കല്യാണം നടക്കാൻ പോകുന്നു. ഞാൻ പോയിട്ട് പറഞ്ഞു, ബീവേ തൊഴുതിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഗാനമേള വെക്കരുത് കേട്ടോ ഉസ്താദേ. എന്ത് ചെയ്യാനാ ഉസ്താദേ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ ചെയ്യാനാ ഉസ്താദേ. പുരക്കാര് സമ്മതിക്കണ്ടേ, പെണ്ണുങ്ങള് സമ്മതിക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യാനാ. നാളെ ഇടി കിട്ടാൻ വരുമ്പോ മാഴ്ശറയില് മലക്കുകള് കമ്പിയായിട്ട് കുത്താൻ വരുമ്പോ അല്ലാ ഞാൻ എന്ത് ചെയ്യാനാ, മലക്കുകളെ എന്നെ അവമാനം ഇടങ്ങാറാക്കി. നാളെ പറയോ പറയുന്ന വാക്കാണ്, ചിന്തിച്ചു. എന്നാൽ ശരിയാ, ഇൻഷാ അല്ലാഹ് ഇല്ല, വേണ്ട, നമുക്ക് ഇസ്ലാമിക പാരമ്പര്യത്തോടു കൂടി ഒരു കല്യാണം കഴിക്കണം. ഇന്നലെ ഞാൻ രാത്രി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നു, തൊട്ട് ഓപ്പോസിറ്റ് കല്യാണം, ഭയങ്കര ഗാനമേള. ഞാൻ തിന്നില്ല, അഭിവ ഞാൻ പോയി. ഇങ്ങനെ അവിടെ കയറി ഞാനെങ്ങാനും കയറിയിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ യുവന്മാരെന്നെ കൂടെ അങ്ങോട്ട് കൊണ്ടുവച്ചൊരു ഉസ്താദ് ദ്വാരക്ക് ഏത് ഗാനമേള ഇടയ്ക്ക് ഒരു ദ്വാ, അതിനിടയ്ക്ക് ആ മുസീബത്ത് പോകാൻ വേണ്ടി ദ്വാരൊക്കെ വിളിച്ചിട്ടോ. ഭയങ്കരമായ ഗാനമേള. അല്ലാഹു അക്ബർ. എങ്ങനെയാണോ ഇതിന്റെ പരിഹാരം എനിക്കറിയില്ല നബിയെ. ഞാനിതൊക്കെ നമ്മളിതൊക്കെ പറയാന്നുള്ളതല്ലാതെ ഒരു മദ്ഹ് ഒരു മദ്ഹ് ഗാനം വെക്ക്, നബിതങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളെ ബുറുദാവോദ് അവിടെ വന്നിരുന്നിട്ട് എന്ത് നല്ല റാഹത്താ, അതൊക്കെ ഒന്ന് ഒരു പാട്ടൊക്കെ അത് നമുക്ക് പാടിക്കൊണ്ട് ദഫ് അതൊക്കെ ചെയ്തു. എത്രയോ ഇസ്ലാമികപരമായ രീതിയുണ്ട്. അതല്ലാതെ മറ്റുള്ള പാട്ടുകളൊക്കെ ഗാനമേളൊക്കെ പറയാന്നുള്ളതല്ലാതെ കണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാനാ. പക്ഷെ നാളെ നമുക്ക് ആഖിറത്തിൽ പറയാം, പടച്ചവനെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാലൂലോ കുന്നാ നസ്മഉ വ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹഖൻ ലിഅസ്ഹാബി സഈർ. അല്ലാഹുവേ, അന്നാ പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, അനുസരിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ തെറ്റിലേക്ക്, ഈ നരകത്തിലേക്ക് വീഴുമായിരുന്നില്ല അല്ലാഹ്. എന്നീ കൊടുംചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. AC ഇല്ലാതെ വീട്ടിൽ ഉറങ്ങാൻ, AC ഇല്ലാതെ വീട്ടിൽ കയറാൻ പറ്റൂല, AC ഇല്ലാതെ വീട്ടിൽ കിടക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, നമുക്കടക്കം, ഞാനടക്കം ഫാൻ ഇങ്ങോട്ട് ചേർത്ത് വെക്കണം എന്നൊക്കെ പറയുന്നു. വേർത്ത് കുളിച്ചിട്ട് പ്രസംഗിക്കുന്നു. ഖുൽ നബിയെ പറയണം, നാറു ജഹന്നമ അശദ്ദു ഹറാ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. പടച്ചവനെ, പ്രസംഗം അല്ലാതെ വഴിയില്ല, പ്രസംഗിക്കാൻ മാത്രം അറിയാം. പടച്ചവനെ, പ്രസംഗിച്ചിട്ട് AC റൂമിലാ പോയി കിടക്കുന്നത്. സുബ്ഹാന റബ്ബി സുബ്ഹാന റബ്ബി സുബ്ഹാന റബ്ബി. ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. الله നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. വെയിലിന്റെ സമയം, ഭയങ്കരമായ കൊടുംചൂട്. യുദ്ധത്തിന് പോകാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന വന്നപ്പോൾ പുരക്കാര് പറഞ്ഞു, പോലെ പോലെ ഭയങ്കര ചൂട് പോലെ ഇറങ്ങല്ലേ, പുരക്കേ ഇറങ്ങല്ലേ. അത് അന്ന് യുദ്ധം. ഇന്ന് ലോറിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇച്ച വണ്ടി എടുക്കുമ്പോ ഭാര്യ പറയും, ഈ വെയിലത്ത് നിങ്ങൾ ഏടക്ക് പോകുന്ന പള്ളിക്ക് നിങ്ങൾ പുരളിസ്കരിച്ചൂടെ, പള്ളിക്ക് തന്നെ പോകുന്നത്. മോളെ, പൊന്നു പെങ്ങളെ, അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞു, പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ വലിയ ചൂടാണ് നരകത്തിന്റെ ചൂട്, ഇതിനേക്കാൾ വലിയ ചൂടാണ് നരകത്തിന്റെ ചൂട്, ഇതിനേക്കാൾ 70 ഇരട്ടിയാണ് നരകത്തിന്റെ ചൂട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അവിടെ ആരാണ് നമ്മളെ തണുപ്പിക്കാൻ, ആരാണ് രക്ഷപ്പെടുത്താൻ, ആരാണ് സഹായിക്കാൻ? ആ നരകത്തിലേക്ക് വന്നു കിടക്കുമ്പോൾ അവർ വിളിച്ചു പറയുന്ന ചില വാചകങ്ങളുണ്ട്. വനാദാ അസ്ഹാബുൻ നാർ അസ്ഹാബൽ ജന്ന അൻഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ
സ്വർഗാവകാശികൾ സുഖലോലുപേതയുടെ ഉത്തുംഗ സോമാനത്തിൽ വിരാജിക്കുമ്പോ നരകാവകാശികൾ ആ സ്വർഗാവകാശികളെ നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ്, വനാദാ സ്വഹാബുന്നാർ അസ്ഹാബൽ ജന്ന, സ്വർഗാവകാശികളെ വിളിച്ചിട്ട് പറയുകയാണ്, അനഫീളു അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളമൊഴുക്കി തരണേ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് തരണേ. സ്വർഗാവകാശികളെ, കുടുംബത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നില്ലേ, നാട്ടിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നില്ലേ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കി തരുവോ, കുറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി നീട്ടി തരുവോ. അന്നഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണം ഞങ്ങൾക്ക് ഒന്ന് നീട്ടണേ, ഞങ്ങൾക്കൊന്ന് നൽകണേ. നരകാവകാശികൾ സ്വർഗാവകാശികളെ നോക്കി പറയും അത്രേ. അപ്പോൾ ഖാലൂ, ആ സ്വർഗാവകാശികൾ പറയുകയാണ്, ഇന്നല്ലാഹ ഹറമഹുമാ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല 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 ഇല്ല, ഇത് നിങ്ങൾക്ക് തരാൻ പറ്റൂല, ഇത് നിങ്ങൾക്ക് തരാൻ പറ്റൂല. നിങ്ങൾ നിഷേധികളാണ്, ആഖിറത്തെ നിഷേധിച്ചവരാണ്, നരകമില്ല എന്ന് വാദിച്ചവരാണ്, സ്വർഗമില്ല എന്ന് വാദിച്ചവരാണ്, ഖബറിൽ ശിക്ഷയില്ല എന്ന് വാദിച്ചവരാണ്. നീ ഇസ്ലാമിനെ പുച്ഛിച്ചവനല്ലേ. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, സ്വർഗത്തിലെ ഭക്ഷണവും പാനീയവും അല്ലാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കി ഹറാമാക്കി. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സഹായമില്ല, നിങ്ങളത് പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന് സ്വർഗാവകാശികൾ നരകാവകാശികളെ നോക്കി പറയുമത്രേ. വയസ്തഗീതു യുഗാസു ബിമാഇൻ കൽമുഹൽ യശ്വിൽ വജൂഹ്, യശ്വിൽ വജൂഹ് ബിഅസ الشراب وساءت مرتفقا. നരകാവകാശികൾ വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു രംഗമുണ്ട്, അവർ വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു രംഗമുണ്ട്. കൊടും ചൂട് സഹിക്കവയ്യാതെ അവർ വെള്ളം മലക്കുകളോട് ചോദിക്കുകയാണ്, അല്പം വെള്ളം തരണേ, വെള്ളം തരണേ. ഉരുകിയ ലോഹത്തിന്റെ വെള്ളമാണ് അവർക്ക് കൊടുക്കപ്പെടുക, അവരെ കുടിപ്പിക്കപ്പെടുക. അവരുടെ ആമാശയം കത്തിച്ചാമ്പലാവുകയാണ്, അവരുടെ ആമാശയം ഉരുകിപ്പോവുകയാണ്. അവരുടെ മുഖത്തേക്ക് ആ വെള്ളം ഒഴിക്കപ്പെടുകയാണ്. മുഖത്തിന്റെ രോമകൂപങ്ങളും മുഖത്തിന്റെ ചർമ്മങ്ങളെല്ലാം നക്കി തുടയ്ക്കുകയാണ്, കരിഞ്ഞു പോവുകയാണ്. എത്ര ദുർഘടമായ പാനീയമാണ്, എത്ര മോശമായ വെള്ളമാണ്. എത്ര മോശമായ താവളമല്ലേ നരകം, എത്ര മോശമായ താവളമല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെ കുറിച്ച് സഹാബാക്കളോട് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അൻതും തൽഹഖൂൻ വതൽഅബൂൻ, നിങ്ങൾ ചിരിക്കുകയാണ്, രസിക്കുകയാണ്, കളിക്കുകയാണ്, നിങ്ങൾക്ക് കണ്ണുനീര് വരുന്നില്ലേ? നിങ്ങൾ എന്തേ കരയാത്തത്? നിങ്ങൾക്ക് എന്തേ ദുഃഖമില്ലാത്തത്? നിങ്ങൾക്ക് എന്തേ പ്രയാസമില്ലാത്തത്? അല്ലാഹു സത്യം, വല്ലാഹി സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ തഅലമൂന മാ അലമു ലളഹിക്തും ഖലീലാ വലബഖൈതും കസീറാ. ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന സഹാബത്തിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങളെങ്ങാണ് മറിഞ്ഞിരുന്നെങ്കിൽ ലളഹിക്തും ഖലീലാ വലബഖൈതും കസീറാ. കുറച്ച് കരഞ്ഞിട്ട് കൂടുതൽ, കുറച്ച് ചിരിച്ചിട്ട് കൂടുതൽ കരയുമായിരുന്നു. വലമാ അസഗതും ഇലസ്സഅദാ തജഅറൂന ഇലല്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിൽ നിന്ന് സുന്ദരിയായ ഭാര്യയെ കളഞ്ഞിട്ട് നിങ്ങൾ ഓടുമായിരുന്നു. മരുഭൂമിയിൽ
ഭൂമിയുടെ മടിത്തട്ടിലൂടെ ഓടുമായിരുന്നു. തജ്റൂന ഇലല്ലാഹ്, അല്ലാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ട് ഓടുമായിരുന്നു. പടച്ച റബ്ബേ, നരകത്തിന്റെ ചൂട് കഠിനമാണ്, കഠിനമാണ്, അത് ഓർത്തിട്ട് നിങ്ങൾ ഓടുമായിരുന്നു സഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറയുമ്പോ ഒരു ദിവസമെങ്കിലും ആ നരകത്തെ ഓർത്ത് കരഞ്ഞവരുണ്ടോ? എവിടെ കരയാൻ കണ്ണുനീര്, എവിടെ കരയാൻ കണ്ണുനീര്? കണ്ണ് ഈറനണിഞ്ഞ ചരിത്രമുണ്ടോ? കറണ്ട് പോകുന്ന സമയത്ത് KCB-യിലേക്ക് വിളിക്കുന്നു, ലൈമാനെ വിളിക്കുന്നു, MLA വിളിക്കുന്നു, MP വിളിക്കുന്നു. നരകത്തിൽ കിടന്ന് കത്തുമ്പോ ആരെ വിളിക്കാനാണ്? ആരെ വിളിക്കാനാണ്? യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, യാ മാലിക് ഇഖ്ദി അലൈനാ റബ്ബുക്. ഹേ മാലികേ, ഞങ്ങളുടെ മേലൊരു തീരുമാനമെടുക്കണേ, ഈ നരകത്തിന്റെ ചൂടൊന്ന് കുറച്ചു തരണേ, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഒരാശ്വാസം നൽകണമേ. മാലിക്കിനോട് വിളിച്ചു പറയുകയാണ്, നരകാവകാശികൾ വിളിച്ചു പറയുകയാണ്, കഠിനമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, ഒരു ദിവസമാണ്, വൺ ഡേ ആണ് ചോദിക്കുന്നത്, ഒരു ദിവസം ഒരു ലെസ് ചെയ്തു തരണേ, ഇളവ് ചെയ്തു തരണേ. യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസം ഒന്ന് കുറച്ചു തരൂ എന്ന് നരകാവകാശികൾ പൊട്ടിത്തെറിക്കുമ്പോ അവരോട് പറയപ്പെടുകയാണ്. ഖാലു അവലം തകു തഅതീകും റസൂലുനാ ബിൽ ബൈനാത്ത്, നിങ്ങളിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നില്ലേ? നിങ്ങളോട് ഉപദേശകന്മാര് കടന്നു വന്നില്ലേ? പ്രബോധകന്മാര് വന്നില്ലേ? പ്രഘോഷകന്മാര് വന്നില്ലേ? പ്രഭാഷകന്മാര് വന്നില്ലേ? ഖാലു ബലാ, നിഷേധിക്കാൻ പറ്റൂല കേട്ടോ. ഈ നുസ്രത്തുൽ ഇസ്ലാം നഗറിൽ പ്രഭാഷണം നടത്തിയിട്ട് വർഷങ്ങളോളം നടത്തിയിട്ട് നിങ്ങൾ ഇനി വന്നാലും വന്നില്ല എങ്കിൽ, വീട്ടിലിരുന്ന് കേട്ടാലും കേട്ടില്ല എങ്കിൽ, ഈ മജ്ലിസിലേക്ക് വന്നോ വരുന്നില്ലയോ? അല്ലാഹു നിങ്ങളോട് നാളെ ചോദിക്കും, ഖാലൂ അവലം തകു തഅതീകും റസൂലുനാ ബിൽ ബൈനാത്ത്, പ്രവാചകന്മാർ നിങ്ങളിലേക്ക് പ്രഭാഷകന്മാർ കടന്നു വന്നില്ലേ? ഖാലൂ ബലാ, ഒന്നടങ്കം എല്ലാവരും പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ബലാ അദേ ഖദ് ജാനാ നദീർ, ഞങ്ങളിലേക്ക് പ്രഭാഷകന്മാര് വന്നു, ഒരുപാട് പ്രസംഗം ഞങ്ങൾ കേട്ടവരാണ് അല്ലാഹ്. എന്നിട്ട് എന്താ നന്നാവാത്തത്? ഫകദബ്നാ, ഇതൊക്കെ വെറുതെ ഉസ്താദന്മാര് പൈസ പിരിക്കാൻ ഞങ്ങളെ പേടിപ്പിച്ചതാണെന്നാ ഞങ്ങൾ കരുതിയത്. നമ്മളൊക്കെ ഈ പ്രസംഗിക്കുമ്പോൾ മക്കറ്റ് ഒരുപാട് വരുമ്പോ പൈസ ഇടണേ, പൈസ കൊടുക്കണേ, കബറ് ഞങ്ങൾ ഞെരുക്കും, അല്ലെ കബറ് ഞങ്ങൾ ഇടങ്ങാറാക്കും എന്നൊക്കെ ഞങ്ങളെ പേടിപ്പിച്ചിട്ട് പൈസ പിരിക്കാനാണെന്ന് അള്ളാഹ് ഞങ്ങൾ കരുതിയത്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അള്ളാഹ് ബോധം വന്നത്. നാളെ പറയും ഷാബി വൈദ്യരെ, നാളെ പറയും. ഇപ്പൊ നിൽക്കുമ്പോ നമുക്ക് വേദന ഉള്ളതുപോലെ മലക്കൾ വന്ന് നെക്കി തരുമ്പോ നല്ല വേദനയായിരിക്കും, നല്ല വേദന. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ല് ഹബീബിങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്തോടെ ഈ മജ്ലിസിൽ വന്ന ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹുവേ. ഈ മജ്ലിസിലിരിക്കുന്ന ഒരാളെയും, ആൺ പെണ്ണ്, ഉമ്മ ഉപ്പമാര്, കുഞ്ഞുമക്കൾ, സഹോദരി സഹോദരങ്ങൾ അടക്കമുള്ള ഒരാളെയും കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ വിറകാക്കല്ലേ അല്ലാഹ്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.